മനസ്സിൽ രാത്രി വലിയ എഴുതുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. പല രീതിയിലാണ്. ആൻസൈറ്റിയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാണ് ചോദിക്കുക, ഇപ്പൊ പെട്ടെന്ന് നമ്മൾ തന്നെ കൊച്ചിലേക്ക് ആരെയും പെട്ടെന്ന് നമ്മൾ പേടിപ്പിക്കാൻ ഫ്രണ്ട് നമ്മൾ പെട്ടെന്ന് ഞെട്ടി വരുമ്പോൾ തന്നെ ആദ്യം എന്താ സംഭവിക്കുക? ഹൃദയം പടപടാന്നിരിക്കും അല്ലേ? സംശയമുണ്ടോ? അല്ലേ? പെട്ടെന്ന് പേടിക്കുമ്പോൾ എന്ത് പറ്റും? ഹൃദയം പണ്ട് ഇടിക്കും അല്ലേ? രണ്ടാമതൊന്ന് ആലോചിക്കുക, നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് ഓടുന്നു, പേടിച്ചല്ല, വെറുതെ ഓടിയിട്ട് കുറച്ചൊക്കെ നിന്നാ എന്ത് പറ്റും? അപ്പോൾ ഹൃദയം പടപടാന്നിരിക്കും അല്ലേ? ആണോ ഇല്ലയോ? ഹൃദയം പടപടാന്നിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പമ്പിങ് കൂടുക എന്നുള്ള. ഇപ്പൊ രക്തോട്ടവും ഭയങ്കരമായിട്ട് കൂടും. ഈ ബേസിക് കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ പേടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും പേടി വരണം. പേടിയില്ലാത്തവൻ എന്തിനാണ് ജീവിതം? അവനാണ് ക്രിമിനൽ. അപ്പൊ പേടിയുള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷെ പേടി വരുമ്പോൾ സംഭവിക്കുക എന്താ? രക്തഓട്ടം കൂടി പടപടാന്നിരിക്കും. അപ്പോ ചെറുതായിട്ടൊരു വിഷമുണ്ടെങ്കിലും ആ ഒരു പാമ്പിന്റെ കുത്തുകയറ്റി വിഷമുള്ളൊരു പാമ്പാണെങ്കിൽ പടരുന്ന സാഹചര്യത്തിന്റെ തോതും അളവും വളരെ കൂടുതലാണ്. അപ്പൊ ആദ്യം എന്താ നമ്മൾ പ്രശ്നം? നമുക്ക് കടി കിട്ടിയാലും മറ്റുള്ളവർക്ക് കിട്ടിയാലും ആദ്യം ഭയം അകറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. ഇപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സപ്പോസ് എനിക്കൊരു കഷ്ടകാലത്തിന് ഒരു പാമ്പിന്റെ ഒരു കുത്ത് കിട്ടിയാൽ നിങ്ങൾ ഓടി വന്നു കഴിഞ്ഞാൽ അയ്യോ അത് ചേരയായിരുന്നു എന്നേ പറയാവൂ. അത് മൂർഖനാണ് കേട്ടാ, ഉഷോ അണലിയാണ് കേട്ടാ, അവന്റെ ഉള്ള ജീവനും കൂടെ പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മറ്റൊരാൾക്ക് ഒരു അബദ്ധം പറ്റി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നള്ളിഫൈ ചെയ്യുക. നിങ്ങൾക്കറിയാം അത് സർപ്പമായിരിക്കുമെന്നോ അല്ലെങ്കിൽ അണലി ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ ശംഖുവരനായിരിക്കും, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ എന്താ പറയുക? ചേര. മനസ്സിലാകുന്നുണ്ടോ? ഒരു എല്ലാവർക്കും അറിയാവുന്ന സത്യാവസ്ഥ, 70% വിഷമില്ലാത്ത പാമ്പുകളാണ്. അറിയാലോ അല്ലേ? 70% വിഷമില്ലാത്ത പാമ്പുകളാണ്. ബാക്കി 30% ഉള്ളൂ. അതൊരുമാതിരി ചിലപ്പോൾ തോണ്ടലും പിടിക്കലും ആയിരിക്കും, ചിലപ്പോൾ നല്ല കുത്തലായിരിക്കാം. അതിൽ തന്നെ കുറെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട്. പക്ഷെ ഈ പേടി കാരണം ചെറിയൊരു കുത്ത് കിട്ടിയാലും അപ്പൊ ആദ്യം എന്താണ്? റെഡ്യൂസ് ആൻസൈറ്റി. ഓക്കെ, മനസ്സിലായി? നിങ്ങളുടെ മുഖഭാവത്തിലും ആൻസൈറ്റി നിങ്ങൾക്കറിയാതാണ്, പക്ഷെ നിങ്ങളും അത് കൂളായിട്ട് എടുക്കുക. കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ നിങ്ങളുടെ മുഖഭാവം ശ്രദ്ധിക്കും. അത് ഈ വരുന്ന റെസ്ക്യൂവർ എങ്ങനെയാണ് ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങളുടെ മുഖഭാവവും ഭയങ്കര കാമായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ 1. 2, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ബൈറ്റ് ഉണ്ടല്ലോ, അത് എങ്ങനത്തെ ബൈറ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. 1, ഡെപ്ത് ഓഫ് ദ ബൈറ്റ്, എത്ര ആഴത്തിൽ അത് കടിക്കുന്നു, ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ. 2, എവിടെ കടിക്കുന്നു? നമ്മുടെ ഫേസിലോ ട്രങ്കിലോ, ചിലപ്പോൾ ഈ വെയിലിൽ തന്നെ നേരിട്ട് കുത്തിവെക്കും. അറിയാലോ, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3, തടി കാരണം. മനുഷ്യന്റെ തടി എന്ന് വെച്ചറിയല്ലോ എന്താണ്? ഇത് കാരണം ലോകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അതിലാണ്. അത് ബോഡി മാസ് കൂടുന്തോറും ഈ സ്പ്രെഡിങ്ങിനുള്ള സമയം കൂടുതൽ കിട്ടും. പറയുന്നത് മനസ്സിലായോ? അതായത് മെലിഞ്ഞിരിക്കുന്ന കുറച്ച് പ്രശ്നമാണെന്ന് പറയും. ആകെപ്പാടൊരു ഗുണമുള്ളതാണ്. അപ്പോ തടി കൂടുന്തോറും എന്താണ്? ലാർജർ ദ സൈസ്, ഇന്നോവേഷന്റെ സ്പ്രെഡ് ചാൻസ് സ്പ്രെഡ് ചെയ്യും. പക്ഷേ ആ ഡ്യൂറേഷൻ ശകലം നീട്ടി കിട്ടും. പറഞ്ഞു. അപ്പൊ വണ്ണം വയ്ക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കില്ല, ആവശ്യത്തിനൊക്കെ ആവും. ഓക്കെ, അത് 2. അപ്പൊ അത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇനി രണ്ടാമത്തത്, നമുക്ക് ഈ ബൈറ്റ് ഡെപ്ത് ഞാൻ പറഞ്ഞല്ലോ. ചിലർക്ക് നമുക്ക് ഈ ചിലപ്പോൾ ജസ്റ്റ് ആ ക്ലോത്തിന്റെ പുറത്തൂടെ ആയിരിക്കും, ഇട്ട ഷർട്ടിന്റെ പാൻറ്റിന്റെ പുറത്തൂടെയോ ചിലപ്പോൾ ഷൂസിന്റെ ഒക്കെ ചെരുപ്പിന്റെ ഒക്കെ പുറത്തൂടെ, അതൊക്കെ ഭയങ്കര ഡിറ്റർമിൻ ഫാക്ടർ. അപ്പൊ അത്ര ഒരു ഇന്നോവേഷൻ അതിൻ്റെ പോകത്തില്ല. കടിക്കുമ്പോൾ തന്നെ നമുക്കൊരു വെറും കാലില് കുത്തുന്നത് പോലെയല്ല എന്തെങ്കിലും ഷൂസോ അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്ത്സിന്റെ പുറത്തൂടെ ചെയ്യുന്നു. അപ്പൊ അതും ആ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കും. സ്പ്രെഡ് ചെയ്യും, എമൗണ്ട് ഓഫ് വെനവും ആ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും കുറയ്ക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം സ്ഥലമായി എത്ര പിന്നെ ഫാങ്സിന്റെ ചിലപ്പോൾ ചില പാമ്പുകളുടെ ഒന്നും ഈ ഇതുണ്ടല്ലോ കുത്തുന്ന ഫാങ്സ് അത്ര ഒരു സൂക്ഷ്മമായിട്ട് അത്ര ഒരു ടഫായിട്ടുള്ള സാധനമായിരിക്കത്തില്ല. അപ്പൊ അതും നല്ല രീതിയിൽ കൊത്തു കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയുള്ള പാമ്പുകൾക്ക്.
മൂന്നാമത് അനദർ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകളുടെ വായ്ക്കകത്തുള്ള മറ്റു ബാക്ടീരിയകളാണ്. ചില ഭയങ്കരമായ ബാക്ടീരിയകളുള്ള പാമ്പുകളാണ് കുത്തുന്നത്, വായ്ക്കകത്തുള്ള അതാണ് കുത്തുന്നെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതും ഒരു ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു വെനം അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കുന്ന ആ ഒരു വെനം സ്പ്രെഡ് ആവാനുള്ള സാധ്യതയും ഡ്യൂറേഷനും തീരുമാനിക്കുന്നു. ഇത് മനസ്സിലായല്ലോ. ഒന്ന് ഡെപ്ത്, എവിടെ കടിച്ചു, സൈസ് ഓഫ് ദ ആള്, എത്ര ആ ഫാങ്ങിന്റെ ആ ഒരു കണ്ടീഷൻ, ഏറ്റവും അവസാനം എന്താണ് ഈ പറയുന്ന ഈ എന്താണ് ഈ സ്പ്രെഡിന്റെ രീതി, അതായത് ഫാങ്സ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനി എന്തിനാണ് നമ്മൾ ഈ സത്യം പറഞ്ഞ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ പ്രധാനപ്പെട്ട എയിം എന്താണ്? ഡിലേ ചെയ്യണം, സ്പ്രെഡ് ഡിലേ ചെയ്യണം. മനസ്സിലായോ? രണ്ടെന്താണ്? കോംപ്ലിക്കേഷൻ വരരുത്. ഡെത്ത് പോലത്തെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷനോ വരാൻ പാടില്ല. മൂന്നെന്താണ്? നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുക. ഇത് മൂന്നുമാണ് നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡിന്റെ, പാമ്പ് കടിച്ചുള്ള ഫസ്റ്റ് എയ്ഡിന്റെ മെയിൻ തിങ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു വിക്ടിമിനെ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ കടിച്ച ഭാഗം ഒന്ന് നോക്കുക. കടിച്ച ഭാഗം നോക്കുക. എന്താണ്? ഫാങ്സിന്റെ മാർക്ക് ഉണ്ടോ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ശംഖുവരൻ, ക്രേറ്റ് എന്ന് പറയുന്ന ശംഖുവരൻ അല്ല അറിയാം, ക്രേറ്റ്. അപ്പൊ അതിന് മിക്കവാറും എല്ലാം ഈ നമ്മൾ കുത്തുന്ന പോലെ രണ്ട് ആ ഒരു ഫാങ്സിന്റെ മാർക്ക് കാണാൻ സാധ്യത വളരെ കുറവാണ്. മനസ്സിലായി? അതൊരു സിംഗിൾ കുത്തു പോലെ ചിലപ്പോൾ കാണും. ചിലപ്പോഴൊക്കെ ഈ ഇത് വെച്ച് നോക്കിയാലേ കാണാനും പറ്റുള്ളൂ. എന്താണ്, നമ്മുടെ ലെൻസ് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാനും, മൈക്രോസ്കോപ്പിൽ ലെൻസ് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാനും പറ്റുള്ളൂ. ഒറ്റ ചെറിയ കുത്തായിരിക്കും, അതിന് ചുറ്റും റെഡ്നെസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇത് മാത്രം നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. ബാക്കിയെല്ലാം നമുക്ക് ഫാങ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ കടിച്ച ആ ഒരു പൊസിഷൻ അവർ കാണിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. ചെക്കിങ് മാത്രം ചെയ്താൽ മതി. അയ്യോ ഇത് മറ്റേ മൂർഖനാണെന്നൊന്നും പറഞ്ഞു കളയരുത്. കുഴപ്പമില്ല, ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. രണ്ട്, നമ്മൾ ആ ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അവരെ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്തതിന് ഒരു കാര്യം, അവരെ ഡേഞ്ചർ സോണിൽ നിന്ന് മാറ്റണം. സർപ്പം കുത്തിയിട്ട് സർപ്പം അവിടെ കിടക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പിടിച്ച് കിടത്തരുത്. അതൊക്കെ ഒന്ന് മാറ്റി സേഫ് സൈഡിൽ അവനെ കൊണ്ടുപോകണം. എപ്പോഴും സീൻ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സീൻ സേഫ്റ്റി ആർക്കാണ്? ഏറ്റവും പ്രധാനം രക്ഷിക്കാൻ പോകണം നിങ്ങൾക്കാണ്. അവനെന്തായാലും കുത്തു കിട്ടി, രക്ഷിക്കാൻ പോകണം നിങ്ങൾക്കും കൂടെ കുത്തു കിട്ടി. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഏതൊരു അടിയന്തരാവസ്ഥയും, ഏതൊരു മെഡിക്കൽ അടിയന്തരാവസ്ഥയും, ഒരു റോഡ് സൈഡിൽ ഒരു ആക്സിഡന്റ് ആയിക്കോട്ടെ, ഒരു എന്തെങ്കിലും ആക്സിഡന്റ് ആയി, ആദ്യം സീൻ സേഫ്റ്റി ഉറപ്പുവരുത്തണം. ആ സീൻ സേഫ്റ്റിയിൽ ആദ്യത്തെ പ്രാധാന്യം അർഹിക്കുന്നത് രക്ഷിക്കാൻ പോകുന്ന ആളാണ്. വീട്ടിൽ പുകയും ഒക്കെ ആയിട്ട് ഒരാൾ കിടക്കുമ്പോൾ നിങ്ങളുടെ മറ്റേ സിനിമയിലെ പോകും അകത്ത് കയറി തൂക്കിക്കൊണ്ട് വരുന്നത്. റിയൽ ജീവിതത്തിൽ പോകരുത്. റിയൽ ജീവിതത്തിൽ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്നിട്ട് നിങ്ങൾ കയറിയാൽ മതി. പിന്നെ പെട്ടെന്ന് തൊട്ടടുത്തേക്കാണ് നിങ്ങൾ വേണമെങ്കിൽ നോക്കി. പക്ഷെ അല്ലാതെ സീൻ സേഫ്റ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു വിക്ടിമിനെ നല്ലൊരു പൊസിഷനിലോട്ട് മാറ്റിയിട്ട് വേണം മറ്റു കാര്യങ്ങളിലോട്ട് പോകാനായിട്ട്. ഓക്കെ. രണ്ടാമത്, ഈ പൊസിഷനിൽ മാറ്റിയ ശേഷം ആദ്യം ഇമ്മൊബിലൈസ് ചെയ്യണം. ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിവതും പുള്ളിയെ കിടത്തുക തന്നെ ചെയ്യണം. അത് ഒരു സപ്പോർട്ട് കൊടുക്കണം. ഈ നമ്മുടെ ജോയിന്റ് ഒക്കെ നമ്മൾ ഇനി എപ്പോഴും മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ വെനം, അതായത് ഈ രക്തത്തിലോട്ട് ഈ സർപ്പത്തിന്റെ വിഷം പടരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എക്സർഷനാണ്. എക്സർഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നടക്കുക, പോവുക, ഈ കൈ കാണിക്കാതെ എപ്പോഴും മടക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എക്സർസൈസ് പോലത്തെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓടിക്കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? നെഞ്ചിടിച്ചു അല്ലേ? അതുപോലെ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലഡിലോട്ട് ഇത് അബ്സോർപ്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് സയന്റിഫിക് ടെർമിനോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു എത്തിക്കൽ ആൻഡ് സയന്റിഫിക്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് നമ്മൾ എപ്പോഴും ഇമ്മൊബിലൈസ് ചെയ്യേണ്ട ഉദ്ദേശം. കൈ വെച്ചാൽ എങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഫ്രാക്ചർ ഒക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ രണ്ട് ജോയിന്റിന്റെ ഇടയിൽ ഒരു വലിയൊരു തടി വെച്ച് ഇങ്ങനെ കെട്ടും അല്ലേ? അങ്ങനെ ആയിരിക്കണം ഇമ്മൊബിലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ തോന്നി കെട്ടിയല്ല ഇമ്മൊബിലൈസ് ചെയ്യേണ്ടത്. ദൈവത്തെ ഓർത്ത് കെട്ടരുത്. അത് നമുക്ക് വരാം, അതിലോട്ട് വരാം. ഇമ്മൊബിലൈസ് ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ മാറ്റിത്തരാം. ഇമ്മൊബിലൈസേഷൻ, അനക്കാൻ പാടില്ല. അനക്കാതിരിക്കണമെങ്കിൽ മടക്കാൻ വിളിക്കാനും പാടില്ല.
നല്ലൊരു തടിയോ എന്തെങ്കിലും ഒരു കട്ടിയുള്ള കാർഡ്ബോർഡോ എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഇമ്മൊബിലൈസ് ചെയ്യുക, 2 ജോയിന്റ് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. എന്നിട്ട് കഴിവതും അദ്ദേഹത്തെ റിക്കവറി പൊസിഷനിൽ കിടത്തുക. എന്താണ് റിക്കവറി പൊസിഷൻ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിക്കവറി പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ സ്നേക്കിൻ്റെ വെനം നമുക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ബുദ്ധിമുട്ടുകളൊക്കെ അറിയാലോ. നമുക്ക് 2 ടൈപ്പ് വെനമുണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമെന്ന് വിശ്വാസം. ന്യൂറോടോക്സിൻസ് ഉണ്ട്, ഹെമറ്റോടോക്സിൻസ് ഉണ്ട്. ക്രേറ്റിനാണെങ്കിൽ ഈ ശംഖുവരനൊക്കെ 2 ഉണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഹെമറ്റോടോക്സിൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസകോശപരമായ ബുദ്ധിമുട്ടുകൾ വരും, കണ്ണ് പതുക്കെ അടയും, ഇങ്ങനെയൊക്കെയാണ്. ഇവർ ഛർദ്ദിക്കാനുള്ള, ഇപ്പോൾ ക്രേറ്റിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയൊക്കെ വരും. ഇതൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? ഇവർക്ക് ശകലം ബോധവും നഷ്ടപ്പെട്ട് വരുമ്പോൾ ഇതെല്ലാം ലങ്സിൻ്റെ അകത്ത് കുടുങ്ങി ആസ്പിറേഷൻ പ്രശ്നങ്ങളൊക്കെ വരാം. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ആദ്യമേ ഇമ്മൊബിലൈസ് ചെയ്ത് നമ്മൾ കിടത്തുമ്പോൾ റിക്കവറി പൊസിഷനിലാണ് കിടത്തേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വോളണ്ടിയർ വരാൻ സാധിക്കും ഒന്ന് കാണിച്ചു തരാനായിട്ട്, റിക്കവറി പൊസിഷൻ കിടത്താനായിട്ട്? ആരെങ്കിലും മനസ്സ് തുറന്ന് ആരെങ്കിലും വരും? സാറിൻ്റെ പേരെന്താ? പ്ലീസ് കം. ഒരു നല്ലൊരു വീഡിയോ എടുത്തു, അത് ഞാൻ തയ്യാറായിട്ട് വന്നത്. അപ്പോൾ റിക്കവറി പൊസിഷനാണ്. കാണാൻ സാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കാൻ കുഴപ്പമില്ല. എന്റെ ശബ്ദം കേൾക്കാമോ? മൈക്ക് വേണ്ട, എനിക്ക് ഭയങ്കര ബോറാണ്. കാണാൻ പറ്റി മുന്നോട്ട് വരണേ. തിയേറ്റർ കിട്ടി, കോളർ മൈക്ക് വേണം. എന്റെ ശബ്ദം ഉണ്ട്, എന്റെ ശബ്ദം കേൾക്കാവോ? ശരി. അപ്പൊ ഇനി അതിന്റെ പുറകെ ഓടാൻ എന്നെ കൊണ്ട്. അപ്പോ ലെഫ്റ്റ് അതാണ് പോയി അവിടെ ഞാൻ ഇരിക്കാൻ പാടില്ലല്ലോ തനിക്ക്. എന്തൊക്കെ വിഷയമാണോ? ഞാൻ അവിടെ ഇനി എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞെന്താണ്? ലെഫ്റ്റ് റിക്കവറി പൊസിഷൻ. ലെഫ്റ്റ് റിക്കവറി പൊസിഷൻ, അത് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ചു കിടന്നതാണ് അതിന്റെ അർത്ഥം. നിർബന്ധമില്ല ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ആയി, പക്ഷെ പ്രിഫറബിളി ലെഫ്റ്റ് ആയിരിക്കണം. ഇപ്പൊ ഇദ്ദേഹത്തിന് ലെഫ്റ്റ് എവിടെയാണ്? ഈ സൈഡ്. ഈ സൈഡിൽ ഇപ്പൊ ഇദ്ദേഹത്തിന് കഴിച്ചാൽ എന്ത് പറ്റും? കുഴി പോകും. ആണോ അല്ലേ? ആ പൊസിഷൻ നമ്മൾ എപ്പോഴും റൈറ്റോട്ട് കിടത്താവും. ഞാൻ പറഞ്ഞു മനസ്സിലായ? റോഡ് സൈഡിൽ ഓടയുടെ പിടിച്ചെടുത്ത് ലെഫ്റ്റിലാണ് പറഞ്ഞത് കേട്ടോ, ഓടയെ പിടിച്ച് കിടത്തരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മളിപ്പോ വിചാരിക്കുന്നു ഇവിടെ കുഴി ഇല്ലെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ലെഫ്റ്റിലോട്ട് കിടത്തും. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് അങ്ങോട്ട്. ആദ്യം അദ്ദേഹത്തിന്റെ ഇടത് കൈ ഇൻഗുലാബ് ഒളിപ്പിക്കുക. ഇൻഗുലാബ് സിന്ദാബാദ്, ഇങ്ങനെ ആയിരിക്കണം ആദ്യം കൈ വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം ബോധക്കേട് വന്നിട്ടില്ല, നമ്മൾ പറയുന്നില്ല, അദ്ദേഹം കേൾക്കും. അയ്യോ അങ്ങനെ കിടക്കുന്ന ആൾ എങ്ങനെ ഞാൻ കൈ പിടിച്ച് പോക്കുമെന്ന് വിഷമിക്കൊന്നും വേണ്ട. ആദ്യം അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ വലത് കൈ ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ വെക്കണം. കണ്ടോ? കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു കാല് പൊക്കി ഇങ്ങനെ ചരിച്ചു കിടക്കണം. ഈ കാല് മടക്കി. ഇതാണ് ലെഫ്റ്റ് റിക്കവറി പൊസിഷൻ. ഇങ്ങനെയാണ് കിടത്തേണ്ടത്. മനസ്സിലായോ? ഈ കഴുത്ത് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും വോമിറ്റിംഗ് വല്ലതും ചെയ്താലും ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെയാണ് അദ്ദേഹത്തെ കിടത്തുന്നത്. മനസ്സിലായോ? ഓക്കെ, റൈറ്റ് ഒന്നുകൂടെ വേണമെങ്കിൽ സാർ ഒന്നുകൂടെ. ആദ്യം കൈത ഇൻഗ്ലാബ് ഒളിപ്പിച്ചു, അത് കഴിഞ്ഞ് ഈ കൈ കൊണ്ട് നേരെ ഇങ്ങനെ വെച്ചു, ശകലം കാല് പൊക്കി ഇങ്ങനെ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഫൈൻ. അവസാനം താങ്ക് യു. താങ്ക് യു. അപ്പോ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാൻ ബുദ്ധിമുട്ട് ഫ്രണ്ടിലോട്ടാണ്.
അപ്പോ എന്താണ് നമ്മൾ എന്ത് ചെയ്തു? ആൻസൈറ്റി മാറ്റി, പുള്ളിക്കാരൻ്റെ മുറിവൊക്കെ നോക്കി, ബാങ്ക്മാർക്കൊക്കെ ഉറപ്പുവരുത്തി, അദ്ദേഹത്തെ റിക്കവറി പൊസിഷനിൽ കിടക്കും. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം എന്തുവാണ്? കഴുകണോ വേണ്ടേ? അല്ലേ ചോദ്യമാണല്ലേ. എല്ലാവരും പറയും സോപ്പ് വെള്ളം വെച്ച് കഴുകാൻ പറയും, ചിലർ മാറ്റി. സത്യം പറയാലോ, കഴുകുന്നോണ്ട് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? സോപ്പ് ഉപയോഗിക്കും അല്ലേ? കുറച്ച് അഴുക്ക് കുറച്ച് തുടച്ചു കൊടുക്കാൻ നോക്കി. ഇതിന്റെ പ്രശ്നം എന്താണ്? മസാജ് ചെയ്യാൻ ശ്രമിക്കും, കുറച്ച് നേരേ ഉള്ളൂ. പക്ഷെ മസാജ് ചെയ്യുമ്പോൾ വെനം അങ്ങ് അബ്സോർപ്ഷൻ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ റണ്ണിങ് വാട്ടറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തെറ്റല്ല, ഒരിക്കലും നിങ്ങൾ വൃത്തിയാക്കാൻ നിൽക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ചുണ്ണാമ്പ് തേപ്പ്, ടൂത്ത് പേസ്റ്റ് തേപ്പ്, ഈ പറയുന്ന കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് തേക്കുന്നവരുണ്ട്, മണ്ണെണ്ണ എടുത്ത് കത്തിക്കോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ എന്തോ ഒഴിക്കാൻ പാടില്ല, വെള്ളമേ ഒഴിക്കാവൂ. ഒരിക്കലും മസാജ്. ഓക്കെ, അതൊരു സയൻസാണ്, മറക്കരുത്. ഒരു കാരണവശാലും മസാജ് അത് അതിനർത്ഥം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലടേ, ഇത് ഒഴിച്ചേ മതിയാവുള്ളൂ എങ്കിൽ കാര്യം ഈ പേഷ്യന്റിന് ചിലപ്പോൾ അവർക്കൊരു മനസ്സമാനത്തിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അവരുടെ ആൻസൈറ്റി കുറച്ച് ചിലതൊക്കെ ചെയ്യണം. അതിൽ ഒന്ന്, കഴുകിയില്ലല്ലോ എന്ന് ചിന്താഗതി അവർക്ക് കാണും. വെള്ളം ഒഴിക്കുക പാടില്ല. ഓക്കെ, അപ്പോ അടുത്ത എന്താ പ്രശ്നം? നമുക്ക് അടുത്ത അത് എങ്ങനെ അത് നമ്മൾ അടുത്ത എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ അടുത്ത നമ്മൾ സാഹചര്യം ഒരുക്കണം. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചിന്തിച്ചേ മതിയാവും. കാര്യം നമ്മുടെ ഉദ്ദേശം എന്താണ്? അത് ഭയങ്കര ഫാക്ടറാണ്. എത്ര നമ്മൾ എത്തിക്കുമോ അത്രയാണ്. ദയവ് ചെയ്ത് ഈ കൊണ്ടുപോകുമ്പോൾ ഓട്ടോറിക്ഷ തട്ടിക്കൂട്ടി എല്ലാം കേട്ടിട്ട് പോകുന്നതുകൊണ്ട് കൊണ്ടുപോയി. മനസ്സിലായോ? 2-3 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, പറ്റുമെങ്കിൽ ഒരു ആംബുലൻസ് കിട്ടിയാൽ അതിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഒന്ന്. 2, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ റൂറൽ ഏരിയ. കേരളത്തിൽ പക്ഷെ അത്രയൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ പൊതുവെ കേരളം വിട്ടുള്ള നമ്മുടെ മറ്റ് സ്റ്റേറ്റിലൊക്കെ വില്ലേജസും അവിടേക്കാണല്ലോ കൂടുതലും പാടങ്ങളും, അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്നേക്ക് ബൈറ്റ്സ് ഒക്കെ. അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന ഹാർട്ടിന് താഴെ ആയിരിക്കണം കാല് വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ബൈക്കിലിരുത്തി എങ്ങനെ? അയാൾ ഓട്ടിക്കാനൊന്നും പാടില്ല. ഡ്രൈവർ ഇരിക്കും, വിക്ടിമിനെ നടുത്തിരുത്തും, പുറകെ ഒരാളും കൂടി ഇരിക്കും ഹോൾഡ് ചെയ്യാൻ. പറയണ മനസ്സിൽ കടിച്ചത് കാലിലാണെങ്കിൽ കാലപ്പോൾ ഹാർട്ടിന് താഴെയും കിടക്കും. ട്രാൻസ്പോർട്ട് ചെയ്തതിൽ തെറ്റില്ല. പറയുന്നത് മനസ്സിലായി? എപ്പോഴും കാലെപ്പോഴും കടിച്ച ഭാഗം ഹൃദയത്തിന് താഴെ ആയിരിക്കും. ഇവൻ കയറി പറഞ്ഞു കൊണ്ട് പൊക്കി വെച്ചു കൊടുക്കരുത്. ഇവ എല്ലാം കൂടി കയറി അങ്ങ് പഠിച്ചു. പറയണത് മനസ്സിലായോ? കാര്യം വെയിൻസിലാണ് കടിച്ചെങ്കിൽ വെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അശുദ്ധ രക്തം ഹാർട്ടിലോട്ട് കൊണ്ടുപോകണം. കയറി വരണവൻ. മനസ്സിലായോ? അപ്പൊ കുറച്ചും കൂടെ കയറട്ടെ, കുറച്ചുകൂടെ കഷ്ടപ്പെടട്ടെ. അങ്ങനെ കുത്തനെ ഇരുത്തി കൊണ്ടുപോയാലും മതി. ബൈക്കിന്റെ പുറത്ത് വേറെ ഒരു മാർഗമില്ല. ഈ ഓട്ടോയിലും തട്ടിക്കൂട്ടി കൊണ്ടുപോയി. പറയണത് മനസ്സിലായി? അത് നടക്കേണ്ടി ഇത് നമുക്ക് കയറി അടുപ്പിടിച്ച് ഇങ്ങനെ ഇരുത്തിയാൽ മതി. ഇത് നമുക്ക് പോകാൻ പറ്റും. യു അണ്ടർസ്റ്റുഡ്? നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ആംബുലൻസ് പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ട്രിവാൻഡ്രത്ത് എത്തിക്കുക. അതൊക്കെ അല്ലെങ്കിൽ റൂറൽ ആയാലും ശരി നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ. 2, എനിക്കൊരു സ്വന്തമായിട്ട് ആശുപത്രി, വെട്ടുകാട് ഒരു നിർമ്മല ആശുപത്രി എന്ന് പറയുന്നത് എൻ്റെ ആശുപത്രി. ഈ പറയുന്ന നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരിക്കലും എൻ്റെ ആശുപത്രിയിൽ കാലത്തൊന്നും കൊണ്ടുവരരുത്. ഇല്ല, ദൈവത്തോടത്ത് കൊണ്ടുവരരുത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, വേറെ ഒന്നും കൊണ്ട് വരുന്നതിൽ ഒരാളുടെ ഞാൻ വരുന്നതല്ല വിഷയം. വെറുതെ സമയം കളയുവാണ്. കാര്യം നിങ്ങളവിടെ കൊണ്ടുപോകുമ്പോൾ എന്താ പറ്റുക? പിടിച്ച് ആ ഡ്യൂട്ടി ഡോക്ടറെ ആരായാലും ശരി, ഞാനായാലും ശരി, ഒരാൾ കടിച്ചു കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യും? വരും. ഒരാൾ OP ടിക്കറ്റ് എടുക്കാൻ പോകും, പിടിച്ച് അവിടെ കിടത്തും. അത്രയും നടക്കണേ. ചെറിയ ആശുപത്രി ആകുമ്പോൾ പെട്ടെന്ന് വീൽ ചെയർ ഇന്നും കിട്ടത്തും കിടത്തും. ഇനി അവൻ നോക്കി അതിൽ പാമ്പിൻ്റെ അയ്യോ പാമ്പ് കേട്ടാ ഇവിടെ പറ്റൂല കേട്ടോ. പിന്നെ അവൻ ലെറ്റർ എഴുതി അടുത്ത ഒരു വണ്ടി പിടിച്ച് മിക്കവാറും സമയം പോകണമെങ്കിൽ അതിനാണ് നമ്മുടെ ഫോറസ്റ്റുമായിട്ട് തീരുമാനിച്ച് ഞങ്ങൾ ലിസ്റ്റ് ഓഫ് ഗവൺമെന്റ് ആശുപത്രിയുടെ എല്ലാം ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളുടെ ലിസ്റ്റ് 2-3 ദിവസത്തിനകം ഡോക്ടർ വിജേഷ് ഹാൻഡ് ഓവർ. അപ്പോൾ അത് തരും, നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യും. വെറുതെ സമയം കളയും.
കൊണ്ടുപോകുമ്പോൾ ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രി തന്നെ പോകണം. ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയിക്കോളും, മെഡിക്കൽ കോളേജിൽ എല്ലാം ഉണ്ട്. അതല്ല നിങ്ങൾക്ക് പ്രൈവറ്റിൽ പോകുന്നതിന് ഒരു തെറ്റുമില്ല. പോകുമ്പോൾ ഇങ്ങനെ തന്നെ പോകണം. ഈ ചെറുകിട ആശുപത്രി തെറ്റെന്നല്ല ഞാൻ ഈ പറയും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സമയം വേസ്റ്റ് ആക്കാതിരിക്കാൻ ഇങ്ങനെ തെറ്റ് ചെയ്യരുത്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതങ്ങ് എടുത്ത് പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ച് കുറേ മിസ്കൺസെപ്ഷൻ ഉണ്ട് അല്ലേ? നാളെ ചോക്കൂ, ചിലർ പാമ്പിനെ കൊണ്ട് വിഷമെടുപ്പിക്കുന്ന തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചില ഒറ്റമൂലി പച്ചില മരുന്ന് അത് ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അവരുടെയൊക്കെ ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ ഇനിയുള്ള കാലത്ത് കുറച്ചൊക്കെ ഒരു സയന്റിഫിക് ടെമ്പറോടെ നമ്മൾ മുന്നോട്ട് പോയി കാര്യങ്ങൾ നടക്കുള്ളൂ. സംഭവം 70% ഞാൻ പറഞ്ഞല്ലോ വീര്യം മീൻസ് വിഷമുള്ള പാമ്പുകൾ അല്ല കൊത്തുന്നത്. അപ്പൊ അത് കാരണം കുറെ പേരൊക്കെ ഈ ഇത്തരം ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വിഷവൈദ്യന്മാരെന്നൊക്കെ ഞാൻ പറയാം, അവരെ കൊച്ചാക്കി പറയുന്നതല്ല, ആ രീതിയിൽ എടുത്തു കളി. പേഴ്സണലായിട്ട് എനിക്ക് അവരോട് ഒരു വിരോധമില്ല. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരിക. ഞാൻ പറയുന്നത് മനസ്സിലായോ? പിന്നെ ഈ 30% പാമ്പ് വിഷമുള്ളത് തന്നെ ഞാൻ കുറെ ക്യാരക്ടർ പറഞ്ഞില്ലേ, കൊത്തിന്റെ ആ ഡെപ്ത്, ഈ പറയുന്ന ചില ഒരഞ്ഞായിരിക്കും പോയത്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറെ കൃഷ്ണം ബാക്കി കുറെയൊക്കെ നമുക്ക് മരിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് കണ്ടുവരിക. അപ്പോൾ കഴിവതും നമ്മൾക്ക് ആൾക്കാർ, നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ മാത്രമല്ല, പലപ്പോഴും നിങ്ങൾ റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ വോളണ്ടിയറിങ് ശ്രമത്തിന്റെ ഭാഗത്ത് നിങ്ങൾ പലയിടത്തും പോകുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ഊന്നൽ കൊടുത്ത് സാമൂഹ്യപരമായ ഒരു ബാധ്യതയും കൂടെ മാറ്റാനുള്ള ഒരു കാര്യം നിങ്ങൾ ഏവർക്കും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി തന്ന ഒരു ടിപ്പ് മാത്രമാണ്. കഴിവതല്ല നമ്മൾ ആശുപത്രി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാമൂഹ്യപരമായ ഒരു കാര്യം എനിക്ക് ഈ സൂചിപ്പിക്കാനുണ്ട്. അത് നിങ്ങൾ കൂടെ അത് ഏറ്റെടുക്കണം, അത്രേ ഉള്ളൂ. ചിലര് ഉടനെ ഏറ്റവും പ്രശ്നം ടൂർണിക്ക കെട്ടുക എന്നുള്ളത്. ടൂർണിക്ക എന്ന് വെച്ചാൽ കെട്ടുക, നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? താലി കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇവ മുകളിലോട്ട് വരില്ല, ആണോ എന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇവിടെ കൊത്തിക്കഴിഞ്ഞാൽ കഴുത്തി പിടിച്ചങ്ങ് കാണും, അതോടെ അങ്ങ് തീർന്നു. അത് ലൈറ്റർ മോഡിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ജീവിതത്തിൽ കെട്ടുമ്പോൾ ആഞ്ഞ് കെട്ടാത്ത ഒരേ ഒരു സാധനമുള്ളൂ. എന്താണ്? ആണുങ്ങളുടെ കാര്യം പറഞ്ഞാൽ എന്താണ്? താലി. ഒന്നീ ഇങ്ങനെ വെച്ച് കൊടുക്കുക, ആരെങ്കിലും കെട്ടും, അല്ലെങ്കിൽ ലൂസായിട്ട് കെട്ടും. ടൈറ്റായിട്ട് കെട്ടേണ്ട സാധനം ടൈറ്റായിട്ട് കെട്ടത്തില്ല. ബാക്കി എന്ത് കെട്ടും നമ്മൾ ആഞ്ഞ് കെട്ടലാണ്. 1.5 കെട്ടാണ് കെട്ടുന്നത്. സംഭവം എന്താണ്? മിക്കവാറും അത് ആ റെസ്ക്യൂവർ ചെയ്യുന്ന ആളെ കുറ്റം. കാര്യം ആ ഒരു അടിവേശത്തിലും ആ ഒരു ചെറിയൊരു നോളജിന്റെ കൊണ്ട് കെട്ടുന്നതാണ്. ഇറക്കി കെട്ടുമ്പോൾ എന്താ പറ്റുക ആലോചിക്കുക. ഒന്ന് ടൈം എടുക്കും എത്തിക്കാനായിട്ട്. അത്രയും ബ്ലഡ് ഫ്ലോ കുറയുക. നമുക്ക് മിക്കവാറും രക്ത ഓട്ടത്തിന്റെ അളവ് കുറഞ്ഞ് മിക്കവാറും ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ പോയിട്ടുണ്ട്. ആള് രക്ഷപ്പെട്ട് വന്നിട്ടും കാല് നഷ്ടപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട്. അത് വേറെ നല്ല ടോർണിക്ക് ഭയങ്കര ശക്തമായി കെട്ടിയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ രണ്ടാമത് ശബ്ദം കേൾക്കാലോ അല്ലേ? രണ്ടാമത് വേറെ വിഷയം എന്താണെന്ന് ചോദിക്കേ, നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രാഷ്ട്രപതിയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? റോഡ് കയറിയങ്ങ് ബ്ലോക്ക് ചെയ്യും. റോഡ് ബ്ലോക്ക് ചെയ്യുമല്ലേ? ചെയ്യോ? സ്കൂട്ടറും ബൈക്കും ഒക്കെ കൊണ്ട് നമ്മൾ അതിന്റെ ഫ്രണ്ട് ഇവൻ വിടുന്നില്ല, കാത്തിരിക്കണം, ലൈന് കിടക്കണല്ലേ. അങ്ങനെ പോയി കഴിയുമ്പോൾ ഇവൻ തുറക്കുമ്പോൾ എന്ത് പറ്റും? ഒരൊറ്റ പോക്കാണ്, ആണോ അല്ലേ? കൂട്ടത്തോടെ ഒറ്റ പോക്കാണ് അല്ലേ? അതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഇത് ഊരുമ്പോ ഉണ്ടല്ലോ, വലിയ ഒറ്റ റഷാണ്, വെനം പെട്ടെന്ന് സ്പ്രെഡ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഐ എം റൈറ്റ്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സിമ്പിൾ ഭാഷ പറയുവാണ്. കെട്ടുന്നതിന്റെ ദൂഷ്യഫലം പറയാം. കാര്യം നിങ്ങൾ കെട്ടിയാലും നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നത് ഊരുമ്പോ ഒറ്റ ഘർഷാണ്, ആ ഒരു ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പൊ രണ്ടും ദൂഷ്യവശം അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ കെട്ടരുത്, ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവൻ നടത്തിക്കരുത്, അവൻ നമുക്ക് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നേ നിങ്ങൾ കിടത്തി ശകലം പില്ലോ ഇത് വെച്ച്
ഹാർട്ട് മുകളിലോട്ട് ഇങ്ങനെ കിടത്താൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇരുത്തുമ്പോൾ അവനെ ഇരുത്തി കൊണ്ടുപോകട്ടെ, അതുപോലെ പിറകെ ഒരുത്തനും കൂടെ വേണം പിടിക്കാനായിട്ട്, മറക്കരുത്. കിടത്താൻ നേരത്തെ റിക്കവറി പോസ്റ്റിൽ. ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തെന്താ പ്രശ്നം? ഒരാള് ഇങ്ങനെ കിടക്കും, അവന് ടെൻഷൻ കാണും, ഇല്ലെന്ന് പറയാനില്ല. ഒരു റോഡ് ആക്സിഡന്റ് എന്നാൽ ഇവിടെ മത്സരമാണ് വെള്ളം കുടിപ്പിക്കാൻ അയാളെ. റോഡിൽ ആക്സിഡന്റ് ഒരാൾ കിടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് കണ്ടുവരണം? അയ്യോ വെള്ളം കൊണ്ട് എവിടെ നിങ്ങളൊക്കെ വെള്ളം പുറപ്പെടാന്ന് അവന് വെള്ളം കുടിപ്പിച്ചിട്ടേ ആണ്. ആണോ അല്ലയോ? വെള്ളം കുടിപ്പിക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. മനസ്സിലായി? ഛർദ്ദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളത് കൂടുതൽ ബുദ്ധിമുട്ട് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കും. വേണമെങ്കിൽ ചുണ്ടിൽ നനച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കഴിവ് നിൽ ബൈ മൗത്ത് ആയിരിക്കണം. അതായത് അവൻ ആശുപത്രിയിൽ എത്തുന്നത് വരെ നിൽ ബൈ മൗത്ത്. നില്ലെന്ന് വെച്ചാൽ നത്തിങ്, ബൈ മൗത്ത്, വായുകളൊന്നും പാടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. വെള്ളം നനച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇതിൽ അവർ കൊണ്ടുവന്നുകൊണ്ട് ചില വെള്ളം ഞാൻ കുടിച്ചു. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? വെള്ളം കൊടുത്തില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ജുവലറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാൻ നോക്കരുത്, ഊരി വയ്പ്പിക്കുക. കയ്യിൽ മറ്റേ നമ്മുടെ റിങ്സ്, വാച്ച്, ചരട്, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ. കാര്യം സ്വാഭാവികമായിട്ട് നീര് വരും, മനസ്സിലായി? അത് കയ്യിൽ കൊത്തുകയൊക്കെ ചെയ്താൽ തന്നെ പെട്ടെന്ന് വരും, അല്ലെങ്കിൽ തന്നെ അവർ നീര് വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാധനങ്ങളിൽ, ഈ റിങ് ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ ഊരി വയ്പ്പിക്കണം. ഊരി മേടിച്ച് കൊടുക്കണം, കയ്യിൽ വെക്കണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കുക. ഇതെല്ലാം റെസ്ക്യൂറായ. ഇനി അടുത്തത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വന്നോട്ടെ. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഈ ഹെമറ്റോടോക്സിനും ന്യൂറോടോക്സിനും നിങ്ങൾക്ക് പാമ്പിനെ കണ്ടാൽ അറിയാം, സമ്മതിച്ചു, യെസ്, യു നോ വെരി വെൽ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് മുമ്പേ ആയിരിക്കും ഈ അയാൾ വ്യക്തിയുമായിട്ട് കിടക്കുന്നത്, അല്ലേ? നിങ്ങൾക്കും അറിവ് കാണില്ല. അപ്പോൾ ഒന്ന് ന്യൂറോടോക്സിൻ എന്ന് പറയുന്നത് നമുക്ക് മിക്കവാറും എല്ലാം നമ്മുടെ നെർവ്സിന്. പിന്നെ പ്ലീസ്. അപ്പോ രക്ഷിച്ചിട്ട് വരും. ശരി, അപ്പോ ന്യൂറോടോക്സിൻ അല്ലെങ്കിൽ ഹെമറ്റോക്സിൻ എന്തൊക്കെയാണ് ചെറിയൊരു നോളജ് നമുക്ക് വേണം. ഇപ്പോൾ അറിയാലോ, നമുക്ക് മൂർഖനൊക്കെ ആണെങ്കിൽ ന്യൂറോടോക്സിൻ ആണെന്നുള്ള കാര്യം അറിയായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് കൂടുതലും എന്ത് പറ്റും, ഈ നെർവിനെയാണ് ബാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കാണുന്ന ഈ കണ്ണ് പതുക്കെ ഈ അടഞ്ഞു വരും, ടോസിസ് എന്ന് പറയും. ഈ കണ്ണിങ്ങനെ പതുക്കെ അടഞ്ഞ് വരും. അതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ ഈ ടോസിസിൻ്റെ, ഈ ന്യൂറോടോക്സിൻ്റെ. കൂടെ സ്വെറ്റിങ്, വിയർപ്പൊക്കെ വരും, നെഞ്ചെടുപ്പ് ചെറുതായിട്ടൊക്കെ വരും. ഇതിൽ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇവിടെ ശ്വാസത്തിൻ്റെ നിലവ് കുറഞ്ഞ് ജെന്നി പോലെയൊക്കെ വന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെ ഒക്കെയാണ് ഇവർ മരണപ്പെടുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ ടോസിസിൻ്റെ ലക്ഷണമൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് ഉറപ്പ് വരുത്താം. രണ്ടാമത് ഹെമറ്റോടോക്സിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളിൽ കഴുത്തിൽ ഭയങ്കരമായിട്ട് നീരും ഈ കളർ ചേഞ്ചും ഒക്കെയാണ്. രക്തത്തിൻ്റെ ഒഴുക്കിനെയും ആ കട്ട പിടിക്കുന്നതിനെയൊക്കെയാണ് അതിന് ബാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ചിലപ്പോൾ ഗംസിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഒക്കെ വരും ചിലപ്പോൾ. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശംഖുവരേൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുത്തുന്ന ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല, മാർക്കൊന്നും കാണാനും പറ്റത്തില്ല. ഇത് പൊതുവേ ഉള്ളൊരു ഇതാണ്. അപ്പോൾ മാർക്കൊന്നും കാണാനും പറ്റത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു വയറുവേദന ഛർദിലുമായിട്ടൊക്കെ ആയിരിക്കും ഇവർ കാണിക്കുക. സാധാരണ ചെറിയൊരു ശംഖുവരേൻ്റെ ആണ്, ക്രൈറ്റിൻ്റെ ആണെങ്കിൽ ഭയങ്കര ഒരു ഛർദിലും ഇതുമൊക്കെ കാണിച്ച് പതുക്കെ വയറുവേദന ഭയങ്കരമായിട്ട് വന്ന് പിന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ. നമ്മൾ പക്ഷെ വേറെ അസുഖം എന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെയാണ് ഈ ശംഖുവരേൻ്റെ ഒരു പ്രശ്നം. അപ്പം ഇതിനെക്കുറിച്ച് ജനറലായിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടാവുന്നത് വളരെ നന്നാണ്. രണ്ടാമത് ഏറ്റവും വലിയ ഒരു തെറ്റ് ചെയ്യുന്നത്, പാമ്പ് കടിച്ചു, സമ്മതിച്ചു, പിന്നെ ആ പാമ്പിനെ കൊല്ലേണ്ട ആവശ്യമില്ല. കാര്യം പാമ്പിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്തത് കേട്ടോ. ആദ്യം പാമ്പ് വരും,
ഇവിടെ രോഗി എവിടെ വരണം സാറ് പാമ്പ് കണ്ട് പടി എന്നിട്ട് രോഗി എത്തിക്കുക. പണ്ടത്തെ കാലത്താണ് ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിലായോ? ഈ പാമ്പിനെ കൊല്ലേണ്ട ആവശ്യമില്ല. ഈ പാമ്പാണെന്ന് ശരിക്കും എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു നിർബന്ധമില്ല. കാരണം എന്താണ്? കാര്യം എന്താണ്? ആന്റിവേനം പോളിവാലന്റ് ആണ്, മോണോവാലന്റ് അല്ല. ഇന്ത്യയിൽ അത് പോളിവാലന്റ് ആണ്. അതായത് ഹെമോട്ടോടോക്സിനായാലും ന്യൂറോടോക്സിനായാലും അത് മതി. പറഞ്ഞു മനസ്സിലായോ? ബാക്കി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ട്. കോയാഗുലന്റ് രക്തം എടുത്തിട്ട് കട്ട പിടിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു 20 മിനിറ്റ് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ നോക്കിയാൽ അവർ അത് ഡിഫറെന്റ് ഇഷ്യൂ, അത് നിങ്ങൾ നോക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം വേണ്ട. എങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ടുവന്നാലേ നമുക്ക് രക്ഷപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. ഓക്കെ, അല്ല നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. അപ്പൊ ഇതാണ്. വേറെ എന്തോ സാർ ചോദിച്ചു. ഇത് ഈ നീര് വെക്കും പറഞ്ഞല്ലോ സാർ, അത് ഹീമോടോക്സിനും ന്യൂറോടോക്സിനും രണ്ടും നീര് വെക്കും. സാധാരണഗതിയിൽ ഈ ന്യൂറോടോക്സിൻ വന്നിരുന്നാലും ഈ ഇത് പോവും, നമ്മുടെ കിഡ്നി ഫെയിലർ ഒക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അക്യൂട്ടായിട്ട് പെട്ടെന്ന് കിഡ്നി ഫെയിലർ പൊതുവേ നമുക്കൊരു നീര് സംഭവിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് ഓൺ സേഫർ സൈഡ് ഇത് രണ്ടും അതും ഊരി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു ഇതായിട്ട് അങ്ങ് വയ്ക്കുക. ഇപ്പോൾ ഏത് പാമ്പ് കടിച്ചെന്ന് നോക്കണം, ജസ്റ്റ് റിമൂവ് ഇട്ട് എന്തായാലും നീര് വരും, സ്വാഭാവികമാണ്. പിന്നെ കടിച്ച പൊസിഷൻ മിക്കവാറും കൈയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഉറുമ്പ് കടിച്ചാൽ തന്നെ, ഒരു തേള് കടിച്ചാൽ തന്നെ വരുമോ ഇല്ലേ? ഇത്രയേ ഉള്ളൂ. കാര്യം എന്താണ്? ശരീരം പ്രതികരിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? നീരിലൂടെയാണ്. കേട്ടോ. രണ്ടാമത്തെന്ന് പറയുന്നത് നമുക്ക് ഈ ബ്ലഡ് സപ്ലൈയുടെ ഒരു കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അതുമായിട്ട് ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ പാമ്പ് കടിച്ചു അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കിടത്തി കഴിഞ്ഞ് കൂടുന്നുള്ള ഉദ്ദേശം അതിൻ്റെ അകത്തില്ല. ആ ഒരു കൺസെപ്റ്റ് അതിൻ്റെ അകത്തില്ല. ബ്ലഡ് ക്ലോട്ട് ആകത്തില്ല. അതല്ലേ നമ്മുടെ ഈ ഗംസിലൊക്കെ ബ്ലീഡിങ് വരും. മൂർഖനാണെങ്കിൽ ക്ലോട്ടിങ്ങായിട്ട് ഒരു ബന്ധമില്ല. മൂർഖൻ കംപ്ലീറ്റ് നമ്മുടെ ഞരമ്പിനെയാണ് ബാധിക്കുക. അതാണ് ഈ പറയുന്ന കണ്ണൊക്കെ അടഞ്ഞടഞ്ഞ് വരിക, ഇതെല്ലാം വന്നിട്ട് അവസാനം ഈ നമ്മളെ എന്ത് ശരീരത്തിലെ മൂവ്മെന്റ് ഉണ്ടെങ്കിലും ഞരമ്പ് വെച്ചല്ലേ ഉപയോഗിക്കുന്നത്. ശ്വാസം എടുക്കുന്ന പ്രവൃത്തിയും നെർവിന്റെ ഇതുകൊണ്ടാണ്. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് പറ്റും? ശ്വാസം എടുക്കൽ കുറഞ്ഞ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒന്ന് വരിക്കും, സീഷർ വരും, അങ്ങനെ വരും. സർ, ഒരു വീഡിയോയില് ഒരു ബ്ലഡിന്റെ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ വൈപ്പറിന്റെ വെനം ഒഴിക്കുമ്പോൾ അത് കോയാഗുലേറ്റ് ചെയ്തിട്ട് അല്ല, അതാണ് ഞാൻ പറയുന്നത്. കോയാഗുലേഷൻ ചെയ്താലും നമുക്ക് ഈ മറ്റതാണെങ്കിൽ നമുക്ക് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നോർമൽ ബ്ലഡ്, ഇപ്പൊ എന്റെ ബ്ലഡ് എടുത്ത് ഒരു ഗ്ലാസിന്റെ ഇതിട്ട് എന്ത് പറ്റും? കട്ട പിടിക്കും അല്ലേ? നേരെ മറിച്ച് ഈ പറഞ്ഞ മൂർഖന്റെ അണലി പോലത്തെ സാധനം വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കുക. അതാണ് ഈ ബ്ലീഡിങ് വരുന്നത്. അത് കട്ട പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കോഗുലേറ്റ് ഒരു മാസം, ഒരു ബ്ലഡ് മാസം. അല്ല, അത് ഫാക്ടേഴ്സിന്റെ ഇതുകൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ സംഭവം നടക്കുന്ന ഇതാണ്. ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സും ഇതൊന്നും നമുക്ക് ഡെങ്കിപ്പനി വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് പോയിട്ട് ഇതെല്ലാം പോകത്തില്ല. ഇതേ ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ബ്ലീഡിങ് ഇത് നിൽക്കത്തില്ല, വ്രണമാകും, അത് ഉണങ്ങത്തില്ല. എല്ലാത്തിനും എൻവെനമേഷൻ ഉണ്ടാവണമെന്നില്ല. പലതിലും ഡ്രൈ ബൈറ്റുകൾ ഉണ്ടാവാം. ഡ്രൈ ബൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രൈ ബൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണഗതിയിൽ കടിക്കും, പക്ഷെ വെനം ഇൻജെക്റ്റബിൾ ആയിരിക്കില്ല. കോബ്രയുടെ ചിലത് വരാം അങ്ങനെ. ആ ഡ്രൈ ബൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ബൈറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഒന്നും സംഭവിക്കില്ല. അത് തന്നെയാണ് ഈ ചില ആൾക്കാർ ഈ പച്ചില അല്ലെങ്കിൽ ഇതിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഡ്രൈ ബൈറ്റ് കൊണ്ടുവന്നാണ് പലരും രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം അതിനേത് മിസ്കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പം ഡ്രൈ ബൈറ്റ് ഒരു വിഷയം തന്നെയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ അവിടെ ആയിരുന്നില്ല. അതായത് ഇപ്പോൾ ഈ ഞങ്ങളിപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കോബ്ര ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണല്ലോ ഡോക്ടർക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ASP കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഈ വെനം കയറാത്ത ഒരു ശരീരത്തിലേക്ക് ASP കൊടുത്തു കഴിഞ്ഞാൽ ബോഡിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഈ കോബ്രയായിട്ട് കൊണ്ടുപോകുന്നതിന് തന്നെ നമ്മൾ ആദ്യം അത്ര കൺഫർമേഷൻ ചെയ്ത് ഈ സിംറ്റംസ് ഈ പറഞ്ഞ ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു ആൾ ചോദിച്ചില്ലേ, ഡ്യൂറേഷന്റെ കാര്യം ചോദിക്കുന്നത് ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. കാര്യം ആ ഡ്യൂറേഷനകത്തും ഈ കോബ്രയാണെങ്കിൽ ഈ ടോസിസ് വന്നിരിക്കണം. അതായത് കൺപോളകൾ ഇങ്ങനെ പകുതി നടന്നു പോകുന്ന രീതിയിലൊക്കെ വന്നിരിക്കണം. കുറെ സൈൻസ് ആൻഡ് സിംറ്റംസ് വരണം. അങ്ങനെ വരാതിരിക്കുമ്പോൾ വി സസ്പെക്ട് ഇറ്റ് ആസ് ഡ്രൈ ബൈറ്റ് ആയിട്ട് വരും. മനസ്സിലായി? അപ്പൊ ഇന്ന സമയത്തിനകത്ത് ഇന്നത് വന്നു ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ തീർന്നില്ല.
പോളിവാലന്റ് ആന്റിവെനം ശരിക്കും ബിഗ് ഫോറിനാണ് എഫക്റ്റീവ് ടെക്നിക്കലി. പക്ഷേ വെനം കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞ വെനത്തിന്റെ ഇൻഗ്രീഡിയൻസ് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്പീഷീസ് ആണെങ്കിൽ പോലും, ഒരു സ്പീഷീസിൽ ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും സീസണൽ വേരിയേഷൻ വരും, അതിന്റെ പ്രായത്തിനനുസരിച്ച് വേരിയേഷൻ വരും, അങ്ങനെ പല തരത്തിലൊരു വേരിയേഷൻ വരും. സോ ടെക്നിക്കലി പോളിവാലന്റ് ആന്റിവെനം ഈ ബിഗ് ഫോറിനാണ് എഫക്റ്റീവ്. പക്ഷേ വെനം ഇൻഗ്രീഡിയന്റ് വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹെമറ്റോടോക്സിക്കോ അല്ലെങ്കിൽ ന്യൂറോടോക്സിക്കോ എന്ന് പറയുന്നെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഹീമോടോക്സിക് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയതാണ് സർ. അപ്പൊ അതില് ഈവൻ ഒരു കോബ്ര ആണെങ്കിൽ പോലും അതിൽ ഹീമോടോക്സിക് ആണെന്ന് നമ്മൾ ജനറലി കാറ്റഗറൈസ് ചെയ്താൽ പോലും അതിൽ ഹീമോടോക്സിൻസ് ഉണ്ട്, ന്യൂറോടോക്സിൻസ് ഉണ്ട്, അല്ല കോബ്ര ന്യൂറോടോക്സിക് ഹീമോടോക്സിൻസ് ഉണ്ട്, സൈറ്റോടോക്സിൻസ് ഉണ്ട്, കാർഡിയോടോക്സിൻസ് ഉണ്ട്, മയോടോക്സിൻസ് ഉണ്ട്, ഇങ്ങനെ നമ്പർ ഓഫ് ഇതുണ്ടാവും. ഹംനോസ്റ്റ് വിറ്റ് വൈപ്പറിന് ഇതുണ്ടാവും, വിറ്റ് വൈപ്പേഴ്സ് ജനറലി ഇതുണ്ടാവും. ഈവൻ മറ്റ് ന്യൂറോടോക്സിക് ആയിട്ടുള്ള നമ്മുടെ ഇതുണ്ടല്ലോ കോറൽ സ്നേക്സ്, അങ്ങനെയുള്ള ഏത് സ്നേക്സിനും ഇങ്ങനെ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവും. അപ്പൊ ഈ ആന്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ന്യൂട്രലൈസ് ചെയ്യാൻ ഈ ആന്റിവെനം എഫക്റ്റീവ് ആണ്. പക്ഷെ ടെക്നിക്കലി ബിഗ് ഫോറിന് മാത്രമേ ഇത് എഫക്റ്റീവ് ഉള്ളൂ. വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ 5 or 6 സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ലീഡിംഗ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉപയോഗിക്കുന്നത് ഇൻ ആൻഡ് അറൌണ്ട് ചെന്നൈയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആന്റിവെനമാണ്, അല്ല വെനമാണ്. കേരള ട്രൈബൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അത് കളക്ട് ചെയ്യുന്നത്. അവരുടേത് മാത്രം, അവർ സർട്ടിഫൈഡ് ഏജൻസി ആയതുകൊണ്ട് അവരുടേത് മാത്രമേ ഇവർ വാങ്ങിക്കുള്ളൂ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയിലുള്ള വെനം കോമ്പോസിഷന് എതിരായിട്ടുള്ള ആന്റിവെനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അത് മോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത് ഇൻ ആൻഡ് അറൌണ്ട് ചെന്നൈ ആയിരിക്കും. ഇപ്പൊ ചെന്നൈയിലൊരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ 30 അതിലോട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന കേസ് ഈവൻ രാജസ്ഥാനില് ഈ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ചിലപ്പോൾ 50 or 60 വൈൽ കൊടുത്താലും ചിലപ്പോൾ ന്യൂട്രലൈസ്ഡ് ആവത്തില്ല. ആ ഒരു എഫിഷ്യൻസിയിൽ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ്സിൽ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. സോ ഇത് ഈവൻ കാറ്റ് സ്നേക്ക് അടിച്ചാൽ പോലും പലയിടത്തും ഡോക്ടർമാർ സിംറ്റംസ് നോക്കുന്നു, വെനമസ് സ്നേക്ക് ബൈറ്റ് ആണോ എന്ന് നോക്കുന്നു. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ബൈറ്റ് മാർക്ക് ഉണ്ടോ, സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മിനിമം ASP വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതല്ലാതെ മറ്റ് പലപ്പോഴും അതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ കോംപ്ലിക്കേഷൻ ആ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ സാധാരണഗതിയിൽ ചെയ്യാം. ഇപ്പൊ ഡയാലിസിസ്, ഇപ്പൊ ഒരു അക്യൂട്ട് കിഡ്നി ഡിസീസിലോട്ട് പോകുന്ന ആൾക്കാണെങ്കിൽ ഡയാലിസിസിലോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ കോംപ്ലിക്കേഷൻ ആ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാനേ സാധിക്കുള്ളൂ. സാറിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവൻ ഒരു നോർമൽ ഒരു അത്ര എന്താണ് മാരകമായിട്ടുള്ള ഒരു കോബ്ര ബൈറ്റ് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ആന്റിവെനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും സപ്പോർട്ടീവ് മറ്റ് ചിലപ്പോൾ ആവശ്യം സാധ്യതയുണ്ട്. ഈവൻ വെന്റിലേറ്റർ സപ്പോർട്ട് വരെ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ഇത്തരം സജ്ജീകരണം ഒരു ആശുപത്രിയിലോട്ട് പോകാന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതില് ASV കൊടുക്കുന്ന ഈ സാറ് പറഞ്ഞ പോലെ ഈ പറയുന്ന ന്യൂറോടോക്സിക്കും കുറെയൊക്കെ മാറ്റാനുള്ളതാണ്. പിന്നെ ഈ ചെന്നൈയിൽ മാത്രമുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ബിക്കോസ് അറിയാലോ, നമ്മൾ ഇത്ര ഡീപ്പായിട്ടൊന്നും പോകില്ല. ആന്റിവെനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആ ഒരു ഫീൽഡിൽ ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട്. ആക്ച്വലി യൂണിവേഴ്സൽ ന്യൂറോടോക്സിക് ASV, യൂണിവേഴ്സൽ ഹീമോടോക്സിക് ASV എന്നുള്ള റിസർച്ച് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് IISc ബാംഗ്ലൂരിലെ വെനമോളജി ലാബാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് വെനമോളജി ലാബ് അവിടെയാണ്. ഡോക്ടർ കാർത്തിക് സുനഗറിന്റെ ടീമാണ്. അപ്പോൾ അവർ ഓൾറെഡി യൂണിവേഴ്സൽ ന്യൂറോടോക്സിക് ASV എന്ന് പറഞ്ഞത് ഓൾറെഡി അവർ ഡെവലപ്പ് ചെയ്തു. അത് പലയിടത്തും പരീക്ഷണമൊക്കെ നടത്തിയിട്ട് ലോകത്തെ ഏത് ന്യൂറോടോക്സിക് ഇൻഫർമേഷൻ ഉണ്ടായാൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വരട്ടെ, ഞങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ട്. കാര്യം മിക്കവാറും എല്ലാം ഡയാലിസിസിലോട്ട് ഒരു പോകുന്ന ഒരു കണ്ടീഷനാണ് സാധാരണഗതിയിൽ വരിക. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ ഓഫ് വെനമസ് സ്നേക്ക് ബൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഹംനോസ്റ്റ് വിറ്റ് വൈപ്പറിന്റെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഫോറസ്റ്റ് ഏരിയയായിട്ട് ബന്ധപ്പെടുന്ന സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇതാണ് ഹംനോസ്റ്റ് വിറ്റ് വൈപ്പർ. അത് കഴിഞ്ഞിട്ടേ ബിഗ് ഫോർ വരുള്ളൂ. ഓക്കെ, എന്തായാലും ഇതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ടുകളെല്ലാം ഉണ്ടോ? ഡൗട്ടല്ല, നമ്മൾ പ്രാഥമിക ശുശ്രൂഷയെ പറ്റിയിട്ടല്ല. അപ്പോൾ പിന്നെ IMA ആയിട്ടുള്ള സാറ് ഇവിടെ വന്നുകൊണ്ടു, നമ്മൾ മുതിർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ടുമാണ് അൻവർ സാറിൻ്റെ അടുത്തടക്കം ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ്. സാർ ഒരു സംശയം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു പിന്നെ സ്നേക്ക് ബൈറ്റ് ആയിട്ട്, അതായത് സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷപ്പാമ്പല്ല, വിഷമില്ലാത്ത പാമ്പിനെടുത്ത് സ്നേക്ക് ബൈറ്റ് ആയിട്ട്. അപ്പോൾ അത് ആൻറ്റിവെനം കൊടുക്കുകയോ ഇല്ലയോ? കൊടുക്കത്തില്ല. കൊടുത്താൽ എന്ത് സംഭവിക്കും?
കൂടുതലൊന്നും സംഭവിക്കില്ല. കൊടുത്താൽ അതായത് ആന്റിബയോട്ടിക് കൊടുത്താൽ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ അവർ ചെയ്യില്ല. അത് ചെയ്താൽ അനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ലയോ? ഇല്ല, സാധാരണഗതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവും. ആന്റിബയോട്ടിക് ചെയ്താൽ പ്രശ്നമില്ല. ഒരു പിന്നെ സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. അല്ല കൊടുത്താ സാറേ. പിന്നെ നമ്മള് എപ്പോഴും നമ്മള് കോടതി പോകുമ്പോ എന്താണ് സംഭവം? അല്ല അങ്ങനെയല്ല സാർ, നമ്മൾ എപ്പോഴും ത്രാസില് തൂക്കണം. എവിടെ വെയിറ്റ് കൂടുതലുണ്ടോ അതിലോട്ട് കൊടുക്കണം. എനിക്ക് ജീവനാണ് പ്രധാനം. അപ്പൊ അതിൽ നോക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം ഇതിൽ ഫാൾസ് ആയിട്ടുള്ള സിംറ്റംസ് കുറേ വരും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു വെനം അല്ലാത്ത ഒരു പാമ്പ് ചേര കടിച്ചെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ തന്നെ നമ്മൾ വേർക്കും, നമുക്ക് നെഞ്ചെടുപ്പ് വരും, ഇതെല്ലാം വരും. ചിലപ്പോൾ ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. ഇതെല്ലാം അതെ ഇങ്ങനെ ഒരു മിനിറ്റ് സാർ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റേ നമ്മളൊക്കെ സിംറ്റംസ് ആണ് അവിടെ കൂടുതലും റേസ് ചെയ്യുക. അങ്ങനെ ഒരാൾ ആ രീതി BP ഷൂട്ടപ്പ് ആകും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്വേ ചെയ്യണം. ഏതാണ് അവന്റെ, ഇതാണ് വലുത്, ഇതാണ് വലുത്. അങ്ങനെ നോക്കും. ഗിവിംഗ് ഈസ് എ ചോയ്സ്. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ആൾക്കാർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാർ അതിനകത്ത് അതിലേക്ക് പോയത് അതുകൊണ്ടല്ല സാർ. നേരത്തെ നമ്മള് സാറിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോ ഇതിപ്പോ നടക്കുന്ന ഒരു കേസ് നമുക്ക് പിന്നെ വിഷപ്പാമ്പ് കടിക്കാണ്ട് വരെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും പിന്നെ ASV കൊടുത്തിനെന്ന് പറഞ്ഞിട്ട് നല്ലൊരു രീതിയിൽ പൈസ ഈടാക്കുന്ന ഇതിൽ രണ്ട് ആസ്പെക്ട് ഉണ്ട്. രണ്ട് ആസ്പെക്ട് ഉള്ളതെന്ന് പറയുന്നത്, ഒന്നുകിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ നിങ്ങൾ കറക്റ്റായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത് പ്രൈവറ്റിൽ സൗകര്യം ഉള്ളതാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുപോയി. ഇതിൽ വേറെ കാര്യമില്ല. ഇതിൽ പൈസയുടെ കാര്യം. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് നിങ്ങൾ ഇന്ന് ഇത് പാടൊന്നും പാടില്ല. ഇപ്പൊ കിംസിലാണെങ്കിൽ ഇപ്പൊ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ അവിടെയാണെങ്കിൽ അവർക്ക് എന്തോ സംവിധാനമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്നവർക്ക് ഇത്ര ചാർജസ് ഇല്ലെന്നുള്ളതുണ്ട് അവർക്ക്. അങ്ങനെ എന്തൊക്കെ ഉണ്ട് അവിടെ. ഈ സ്നേക്സ് ആയിട്ട് സംബന്ധിച്ച് എന്തുവാണ് അവരുടെ സ്കീം. ഡിപ്പെൻഡ്സ്. അപ്പം അവരെ നിർബന്ധിക്കാൻ പറ്റില്ലെന്നേ. അത് ഓരോരുത്തരുടെ ആശുപത്രിയുടെ ഓരോ ഇതിൻ്റെ ഇതാണ്. പക്ഷെ നിങ്ങൾ അതർവൈസ് ഗോ ടു ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സാർ അത് അങ്ങനെയല്ല പറഞ്ഞത്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അനുഭവമാണ്. ഒന്ന് കരിങ്ങാണി പഴുതാര കുത്തിട്ട് അടിച്ചിട്ട് പോയിട്ടു ഹോസ്പിറ്റലിൽ നിന്ന് ആന്റിബയോട്ടിക് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ രണ്ട് സ്റ്റിംഗ് മാർക്ക് കാണും. ഈ പറയുന്ന പേഷ്യന്റ് ഇത്രയും ബുദ്ധിമുട്ട് ഇതിലിപ്പോ വെനം എത്രത്തോളം ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കാനുള്ള മാർഗവും നമുക്ക് ദൈവം സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേഷ്യന്റിന് ഇതിന് ഔട്ട്വേ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ എന്ത് പറയുന്നത്, ചിലപ്പോൾ ചാർജ് ചെയ്യുമായിരിക്കാൻ. ചാർജ് ചെയ്തിപ്പോൾ എനിക്ക് ഇവിടെ നിന്നോട് കമന്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ എന്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു സാറിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായി. ഇത് ആക്ച്വലി നിങ്ങൾ എടുക്കേണ്ട ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒക്കെ വന്നു കഴിഞ്ഞു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പഴയതുപോലെയൊന്നും അല്ല ഇത് നമുക്ക് സ്നേക്ക് ബൈറ്റുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. നിങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് ഒരാൾ വിളിക്കാൻ, അയ്യോ ചേട്ടാ ഓടി വരണേ, അങ്ങനെ അനങ്ങുന്നില്ല കേട്ടോ, ഓടി വാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനങ്ങുന്നില്ല അല്ലേ, കൊള്ളാം അനങ്ങണില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് കാര്യമുണ്ടോ? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളൊരു സാമൂഹികപരമായി നിങ്ങൾക്ക് ബാധ്യത അല്ലേ. അപ്പൊ അതിനു വേണ്ടി ഒരു കുറച്ച് കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ അങ്ങനെ എന്താ പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരാള് നിങ്ങൾ ഓടി വിളിച്ച് ഉടനെ വീട്ടിൽ ചെന്നു, അല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ ഒരു ആക്സിഡന്റ് ആണ്, ഒരാൾ കിടക്കുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങൾ ഓടി ചെല്ലുന്നു. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്താ വെച്ചാല് അയാളുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യാം. ആദ്യം സീൻ സേഫ്റ്റി ആണോ നോക്കണം. അയാൾ ബാത്റൂമിലൊക്കെ കിടക്കണം, കുറച്ചും കൂടി മാറ്റി കിടക്കുക. പടിയെ കിടക്കണമെങ്കിൽ കുറച്ചും മാറ്റി കിടക്കുക. റോഡ് ആക്സിഡന്റ് ആണെങ്കിൽ ശകലം മാറ്റി കിടക്കുക. റോഡിന് നടുക്കേറി പണിയാൻ ശ്രമിക്കരുത്. ഇപ്പൊ വീട് പുകഞ്ഞ് കിടക്കുകയാണ്, അതായത് തീ കിടക്കുകയാണ്, അതിൻ്റെ അകത്ത് കയറി അമിതാഭ് ബച്ചൻ ആകരുത് എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ സീൻ സേഫ്റ്റി ആദ്യം നോക്കുക. സേഫ് ആണെന്ന് ആർക്ക്? നിങ്ങൾക്കും ആ വിക്ടിമിനും ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആദ്യം അയാളുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യും. എങ്ങനെ റെസ്പോൺസ് ചെക്ക് ചെയ്യും? അല്ല, നല്ലതുപോലെ രണ്ട് ഷോൾഡറിലും ടാപ്പ് ചെയ്ത് ചേട്ടാ അനിയ എന്താന്ന് വെച്ചാൽ വിളിക്കുക. ഹലോ വിളിക്കുക. ശക്തമായിരിക്കണം. ഒരിക്കലും ഇങ്ങനെയൊന്നും അടിക്കരുത്. കാര്യം വല്ല ഇഞ്ചുറി എല്ലാം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നല്ലപോലെ ഷോൾഡറിൽ ടാപ്പ് ചെയ്യുക, ശക്തമായി വിളിക്കുക. ഓക്കെ, മനസ്സിലായോ? വിളിക്കുമ്പോഴത്തേക്ക് ഒരു റെസ്പോൺസും ഇല്ല. റെസ്പോൺസ് വെച്ചാൽ എന്താ? ഈ ശക്തമായി അടിക്കാൻ വിളിക്കുമ്പോൾ ഒന്നി കൈ പൊക്കുക, അല്ലെങ്കിൽ ആന ശബ്ദം ഉണ്ടാക്കുക, കാലനക്കുക, ഇതൊക്കെയാണ് റെസ്പോൺസ് ഇല്ലാതെ കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത എന്ത് ചെയ്യും?
പൾസ് ഒന്നും നോക്കണ്ട. നോക്കിയ സമയം വെറുതെ വേസ്റ്റ് ആണ്. ഒന്നാമത്തെ നിങ്ങൾ അതിന് എക്സ്പേർട്ട് അല്ല. അത് മെഡിക്കൽ പിള്ളേർക്കും നഴ്സുമാർക്കും ഇങ്ങനെയുള്ള ആശുപത്രിക്കകത്ത് നടക്കും. നിങ്ങൾ അത് ചെയ്താൽ മതി. അടുത്ത നിങ്ങൾ കോൾ ഫോർ ഹെൽപ്പാണ്. ഒറ്റയ്ക്ക് ഒരുത്തനും ഒന്നും നേടാനായിട്ടില്ല. മനസ്സിലായോ? എന്ത് ചെയ്യണം? കോൾ ഫോർ 112 വിളിക്കുക. ഇങ്ങനെ സ്ഥലത്ത് ഒരാണ് പെണ്ണ് എന്താണെന്ന് വെച്ചാൽ കാറ്റഗറി പറയുക, ലൊക്കേഷൻ കൃത്യമായിട്ട് പറയുക, ആൺ പെണ്ണ് പറയുക, ഒരു റെസ്പോൺസ് ഇല്ലാതെ കിടക്കുന്നു, AED കൊണ്ടുവരാൻ ഇവിടെ പറയുക. AED എന്താണ്? AED കൊണ്ടുവരാൻ പറയുക. ഇത്രയും പറയണം. ഒന്നി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരടുത്ത് വിളിക്കാൻ പറയുക, എന്തെങ്കിലും ചെയ്യുക, വിളിക്കുക. ഓക്കെ? തിരിച്ച് വരണവരെ കാത്തിരിക്കരുത്. തിരിച്ച് ആ രോഗിയുടെ അടുത്ത് വരണം. മൊബൈലിൽ നിന്ന് വിളിച്ചാലും ശരി, മറ്റുള്ളവർ വിളിച്ചാൽ തിരിച്ച് രോഗിയുടെ അടുത്ത് വരണം. അപ്പോൾ ഞാൻ റെസ്പോൺസ് ഇല്ലാതെ കിടക്കുകയാണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? CPR എന്ന് പറഞ്ഞ സാധനം കൊടുക്കണം. എന്താണ് ഹാർട്ട് അറ്റാക്ക്? 112 എന്ന് പറയുമ്പോഴേ ഞാൻ 112 വർക്ക് ചെയ്തത് കൺട്രോൾ റൂമിലാണ്. അത് നമ്മുടെ പോലീസിന്റെ കൺട്രോൾ റൂമിലാണ് വരുന്നത്. അതെ. അപ്പം നമുക്ക് വേറെ അസിസ്റ്റൻസ് ഒന്നുമില്ല. പോലീസ് വണ്ടി വരിക എന്നുള്ള ഒരു CRV വണ്ടി വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പം സാർ 112 ഉദ്ദേശിച്ചാണ് മനസ്സിലായി. 112 ആണ് ഇപ്പൊ എമർജൻസി നമ്പർ ആണ്. പക്ഷേ ഇപ്പൊ നിലവിൽ ഞാൻ 112ലാണ്. ഞാൻ കോട്ടയത്തെ പോലീസ് കൺട്രോൾ റൂമിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഈ 112 വിളിക്കുമ്പോൾ അത് നമ്മുടെ തിരുവനന്തപുരം കൺട്രോൾ റൂമിൽ കോൾ വന്നിട്ട് നമ്മുടെ കൺസെന്റ് ജില്ല, ഇപ്പൊ ഈ വിളിച്ച ആൾ കോളർ ഉണ്ടല്ലോ, കോളറുടെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. അതിനോട് ചേർന്നുള്ള ഒരു പോലീസ് വണ്ടിക്കാണ് ഈ കോള് കൈമാറുന്നത്. അത് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. അവർ ചെയ്തോളൂ. അത് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. കാര്യം ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് പറയുന്നത് 112 വിളിക്കാനാണ്. അതിനെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മറ്റ് അസിസ്റ്റൻസോ എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഇതില് 108 വിളിച്ചു കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് എത്തുന്നത്. അത് പ്രൈവറ്റ് മേഖലയാണ്. അവൻ കൈ മലത്തും, നിങ്ങൾ കൈ മലത്തൂല. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? നിങ്ങളെ കൈ മലത്തും നിങ്ങൾ ആകത്താവും. അപ്പൊ അതുകൊണ്ട് അതല്ല ഇവിടെ വിഷയം. നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളെ അറിയിക്കണം. ഇത്രയും നമ്മൾ കൊടുത്തു എന്നുള്ളത് അറിയിക്കണം. ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഏത് കൺട്രോൾ റൂമിലായിരുന്നാലും നിങ്ങൾ പോലീസാണ്, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഒക്കെ സർക്കാരിൽ നിന്നാണ് 112 എമർജൻസി നമ്പറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ ഫോണിൽ തന്നെ ഇപ്പോൾ 112 അടിച്ചാൽ കുറച്ചേരത്തേക്ക് വേറെ കോൾ വിളിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട് ചില ഫോണിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഇസ് ഡിഫറെന്റ് ഇഷ്യൂ. അതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. അതല്ല നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മെഡിക്കലായിട്ട് അസിസ്റ്റൻസ് അല്ല, നിങ്ങൾ കൊടുക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഒരു രോഗി ഇതായിട്ട് കിടക്കും നിങ്ങൾ പറയും, ബാക്കി മെഡിക്കൽ അസിസ്റ്റൻസ് വന്നോളൂ. ദാറ്റ്സ് ഡിഫറെന്റ് ഇഷ്യൂ. അപ്പോൾ ഒന്ന് ഫ്ലോ എന്ന് പോയിട്ട് അപ്പം എന്തായി നമ്മൾ ഇത് ചെയ്തു. എന്താണ് ഹാർട്ട് അറ്റാക്ക്, എന്താണ് കാർഡിയക് അറസ്റ്റ്? ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഇപ്പൊ ഓടയിൽ കുറെ ചവറ് കിടന്നാൽ ബ്ലോക്കായി, ചവറിന്റെ ഇപ്പുറത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും. അതാണ് ഹാർട്ട് അറ്റാക്ക്. മനസ്സിലായോ? അതായത് ഹൃദയത്തിന് ചുറ്റും ശുദ്ധരക്തം കൊണ്ടുപോകണ കൊറോണറി ആർട്ടറികളുണ്ട് ഹൃദയത്തിനകത്തല്ല, ഹൃദയത്തിന് ചുറ്റും. അതില് ബ്ലോക്ക് വന്ന് അതിനപ്പുറത്തോട്ട് രക്തപ്രവാഹം കുറയുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. അയ്യോ നെഞ്ച് വേദന, അവന് റെസ്പോൺസ് ഉണ്ട്, വേദന വരും, പ്രശ്നം അവനറിയാം. ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് എന്ന് വെച്ചാൽ ഹാർട്ട് പമ്പിങ് ആണെന്ന് അറിയാലോ. പമ്പ് ചെയ്യും, രക്തം പോകും. പിന്നെ ഇത് പൊങ്ങുമ്പോൾ അവിടെ നിന്ന് രക്തം നിറയും, പിന്നെ പമ്പ് ചെയ്യും, എന്ന് പറയും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവൻ ഇങ്ങനെ അങ്ങ് പമ്പ് ചെയ്യാതെ നിൽക്കും. ഇതാണ് കാർഡിയാക് അറസ്റ്റ്. മനസ്സിലായോ? അതേ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ പഠിക്കുന്ന വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് മറിഞ്ഞു പോകും. ഇതാണ് കാർഡിയാക് അറസ്റ്റ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ CPR എപ്പോഴും ആർക്കെ കൊടുക്കാവും? കാർഡിയാക് അറസ്റ്റിനെ കൊടുക്കാവും. നെഞ്ചുവേദന വാ CPR നിങ്ങൾ അകത്തായി പറയണ മനസ്സിലായോ? അപ്പൊ CPR ആർക്കെ കൊടുക്കാവും? റെസ്പോൺസ് ഇല്ലാതെ അവൻ റെസ്പോൺസ് കാണത്തില്ല. ചുമ്മാ ഒരുത്തന്നെ കയറി CPR കൊടുത്ത് അവിടുത്തെ നെഞ്ചുവേദന എടുക്കണം, ഇനി വാ നിന്ന് കാർഡിയാക് അറസ്റ്റ് കേട്ടത്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തെന്താ ചെയ്യേണ്ടത്? എവിടെ പ്രസ് ചെയ്യും? വന്ന് കേടാ ഞാൻ എവിടെയെങ്കിലും പിടിച്ച് പ്രസ് ചെയ്യാം അല്ല. ഓക്കെ, ഈ രണ്ട് നിപ്പിളിന് ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ഒട്ട നടുക്ക് ഇവിടെ വേണം. നമ്മുടെ ഏത് കൈയായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളൊരു കൈ ആദ്യം ഇവിടെ പ്രസ് ചെയ്യുക, ഇവിടെ വയ്ക്കുക, മറ്റു കൈ എടുത്ത് ഇതിനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഒരു രീതിയുണ്ട്. നമ്മുടെ ഈ പറയുന്ന എന്താ പറയുന്ന തീനാർ ഹൈപ്പർ, ഈ ഒരു റിസ്റ്റും നമ്മുടെ എൽബോയും
നമ്മുടെ ഷോൾഡറും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അങ്ങനെ അതൊരു പമ്പാണ്. നമ്മൾ പമ്പ് ചെയ്യത്തില്ലേ, പമ്പൊക്കെ അങ്ങനെ നിങ്ങൾ പ്രസ് ഇങ്ങനെ 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 പ്രസ് ചെയ്യണം, റിലാക്സ് ചെയ്യണം, പ്രസ് ചെയ്യണം. അതിന് നമ്മളൊരു ആർട്ടിഫിഷ്യൽ പമ്പായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. എന്തിനാണ്? 5 മിനിറ്റിനകത്ത് ബ്ലഡ് സപ്ലൈ ഇത് പോയി കഴിഞ്ഞാൽ അവൻ തീർന്നു. ആ 5 മിനിറ്റ് ഡിസ്കൗണ്ട് ദൈവം തന്നത് അവന് കൊടുക്കുകയാണ് നമ്മൾ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വെക്കുന്നു, തിരിച്ചു വെക്കുന്നു, സ്ട്രെയിറ്റ് ലൈൻ ആകുന്നു. കുത്തിയിരിക്കുമ്പോഴേ നല്ലൊരു ആവത്തുള്ളൂ. ഇതാകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യും? 1 മിനിറ്റിൽ 100 തൊട്ട് 120 പ്രാവശ്യം പ്രസ് ചെയ്യണം. പിള്ളേർ കളിയല്ല. 1 മിനിറ്റിൽ 100 തൊട്ട് 120 പ്രാവശ്യം. മനസ്സിലായോ? അതും എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ താഴണം. ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പോണം, ഇങ്ങനെ പോണം, ഇങ്ങനെ പോണം, താഴണം. എത്ര മിനിറ്റ്, എത്ര സെന്റിമീറ്റർ? 5 സെന്റിമീറ്റർ താഴണം. താത്തി പിടിച്ചോണ്ട് വെക്കാനും പറ്റില്ല, റിലാക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ നിറയില്ല രക്തം. പിടിച്ച് പിടിച്ച് വെച്ചോണ്ട് ഇതിന്റെ നിറയണ്ടേ രണ്ടാമത്. മനസ്സിലായോ? അപ്പം ഫാസ്റ്റ് ആയിരിക്കണം, 5 സെന്റിമീറ്റർ താഴണം, റീകോയിൽ കൊടുക്കണം. അതാണ് CPR. മനസ്സിലായോ? ഇതങ്ങ് തുടങ്ങണം. എങ്ങനെ? 1 മിനിറ്റിൽ 100 തൊട്ട് 120 പ്രാവശ്യം. വാച്ച് നോക്കാൻ പറ്റൂ? ക്ലോക്ക് 1 മിനിറ്റ് ആയോ എന്തോ, 120 പ്രാവശ്യം ആക്കിയോ എന്തോ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതിന് മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്തു? കുറെ സൈക്കിളായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ 30 കംപ്രഷൻ 2 ബ്രീത്ത്. അങ്ങനെ 5 സൈക്കിളാണ് 1 മിനിറ്റ്. അപ്പോൾ ഒരു 30 കംപ്രഷന് 15 തൊട്ട് 17 സെക്കൻഡ് എടുക്കാവും. ആ താളത്തിന് അടിച്ചോളും പിള്ളേർ കളിയിൽ. മനസ്സിലായോ? ഒന്നും കൂടെ പറയട്ടാ, കൺഫ്യൂഷൻ ആയ? 1 മിനിറ്റിൽ 100 തൊട്ട് 120. ക്ലോക്ക് നോക്കാൻ പറ്റൂ? പറ്റൂല. 5 സെന്റിമീറ്റർ താഴണം, റീകോയിലും കൊടുക്കണം. പാടാണ്. ക്ലോക്ക് അന്വേഷിക്കാൻ പറ്റൂല, കയ്യിലെ വാച്ച് നോക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ സൈക്കിളായിട്ട് മാറ്റി. ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ 30:2, 30 കംപ്രഷൻ 2 ബ്രീത്ത്. അങ്ങനെ 5 സൈക്കിളാണ് 1 മിനിറ്റ്. അപ്പോൾ ഒരു സൈക്കിൾ എത്ര? 17 സെക്കൻഡ് കൂടുതൽ എടുക്കരുത്, 30 പ്രാവശ്യം അടിക്കാം. ഒരു മനസ്സിലായോ? അതാണ് ഇതിന്റെ ക്ലീൻ. ഇത് കഴിഞ്ഞ് ആരോ 2 കംപ്രഷന്റെ കാര്യം, 2 എയറിന്റെ കാര്യം പറഞ്ഞു അല്ലേ? 2 എന്ന് പറയുന്നതാണ് 2 വായുവാണ്. കോവിഡിന് ശേഷം ആ പരിപാടി നിർത്തലാക്കി. നിങ്ങൾക്ക് അത്ര പരിചയമുള്ള, നിങ്ങൾക്ക് കഷ്ടകാലത്തിന് നിങ്ങൾ വീട്ടിലൊരു മെമ്പർ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മൗത്ത് മൗത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ 30 വരെ എണ്ണിയിട്ട് പിന്നെ 1, 2, 3 എന്ന് എണ്ണിക്കോളാം. ഹോസ്പിറ്റലിനകത്ത് നിർബന്ധമായിട്ടും മറ്റേ ആംബു ബാഗ് കൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ രാവിലെ 2 പേരെ രക്ഷിക്കാൻ വേണ്ടി പോക്കറ്റ് മാസ്ക് ഇട്ടുകൊണ്ട് ഇറങ്ങും ഇല്ലല്ലോ. അപ്പൊ ഇത് മാത്രമേ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ മിനിമം കംപ്രഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. സംശയം ഇപ്പം ഞങ്ങൾ സാറിന് എല്ലാവരും ചെയ്യിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ രണ്ടും കാണും. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു റൗണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇതെൻ്റെ ഒരു അഭ്യർത്ഥന. ചെയ്യൂ. ഇത് ചെയ്യണം. എത്ര നേരം ചെയ്യും? അടുത്ത മെഡിക്കൽ ഹെൽപ്പ് വരണത് കളഞ്ഞിട്ടിട്ട് പോകരുത് കേട്ടോ. നിങ്ങളുടെ തന്നെ കൂടുതലൊരു പോലീസുകാരൻ, ഇവരുടെ കൂടെ പോലീസുകാരാണ് ആരോ മറ്റേ 6 മാസം 8 മാസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ 25 മിനിറ്റാണ് അവൻ ചെയ്ത് രക്ഷപ്പെടുത്തിയത്. പറഞ്ഞാൽ മനസ്സിലായോ? സാമൂഹ്യ ബാധ്യതയാണ് നമ്മുടെ. അതുകൊണ്ട് എത്ര പേർ രക്ഷപ്പെടുമെന്നുള്ളതല്ല, ഒരാളില്ലെങ്കിലേ ആ ജീവന്റെ വില നമുക്ക് മനസ്സിലാകും. അതിപ്പം പാമ്പ് കടിച്ചാലും ശരി, അല്ലാതെയാലും ശരി. കാരണം എൻ്റെ അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചു. കീമോതെറാപ്പി ആ രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മുറി ഒഴിഞ്ഞടക്കുമ്പോൾ ആ ശൂന്യതയുണ്ടല്ലോ, ഭയങ്കര വലുതാണ്. അപ്പോൾ ഓരോ ഫാമിലിക്കും ആ ശൂന്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും വലുതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഒരു റെസ്ക്യൂവർ ടീമായിട്ട് സ്വയം വന്ന് നല്ല കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടാകും. ഇവർ രണ്ടുപേരും ഇവിടെ കാണും. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും താല്പര്യപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. 2-3 മാനിക്കും കാണും. നിങ്ങൾ ചെയ്യുക. ബാക്കിയൊന്നും ഞാൻ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് പോവാം. ആക്ച്വലി ഇത് 2 മണിക്കൂറത്തേക്കാണ്, പക്ഷെ ഞാൻ പെട്ടെന്ന് തീർക്കാം. ഒരു ഇതും കൂടെ 5 സെന്റിമീറ്റർ ഡീപ്പിലേക്ക് പോകണം. അതുകൊണ്ടാണ് കറക്റ്റ് പൊസിഷൻ പിടിക്കുന്നത് പറയുന്നത്. അതാണ് നമ്മുടെ പൊസിഷൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഒരു പോസ്റ്റ്മോർട്ടം ചെല്ലുമ്പോൾ സാധാരണ എന്താ പറയുക, ഡോക്ടർമാരെല്ലാം കൂടെ ഓട്ടിയിൽ ചവിട്ടിക്കൊന്ന് അതിൻ്റെ നെഞ്ചും കൂടെ പൊട്ടിച്ചെന്നാണ് റിപ്പോർട്ട് വരുന്നത്. റിപ്പോർട്ട് വരുന്നത് എന്താണ്? പോസ്റ്റ്മോർട്ടത്തിൽ നെഞ്ചും കൂടെ പൊടിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അത്ര ശ്രമിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഈ ഞങ്ങൾ നമ്മുടെ സീനിയറായിട്ട് ക്ലാസ് കൊടുത്തു. ഇതേപോലെ ക്ലാസ് കൊടുത്ത് അടിപൊളി പിള്ളേരെല്ലാം പഠിച്ച് എങ്ങനെ ചെയ്യണമെന്നെല്ലാം പഠിച്ചു. ഇങ്ങനെ എന്ത് ചെയ്ത് അവസാനം
സ്വയം ഒന്ന് കുഴഞ്ഞങ്ങ് വീണ ഉടനെ അയ്യോ സാറ് കുഴഞ്ഞാ, ഓ വെള്ളം എടുത്തോണ്ട് വന്ന് തളിക്കുന്നു, കുലുക്കി വിളിക്കുന്നു, ബഹളം. ഇങ്ങനെ ഇത്രയും നേരം നോക്കിയിട്ട് പിള്ളേർ പഠിപ്പിച്ചൊന്നും ചെയ്യുന്നില്ല. അവസാനം ഗതിയോണ്ട് അങ്ങനെ എഴുന്നേറ്റ്, നിങ്ങൾ എന്തോന്നും ചെയ്തു? അയ്യോ സാറേ ഞങ്ങൾ വിചാരിച്ച് ശരിക്കും കറങ്ങി വീണെന്ന്. അപ്പം പഠിക്കുന്നത് പോലെ അല്ല ശരിക്കുമുള്ള സാധനത്തിൽ ചെയ്യുന്നത്, അത്ര എഫേർട്ടാണ്. ഇപ്പോൾ ഓരോ ICUലും ഇതിലുമൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് റിവേർട്ട് ചെയ്യുന്നത്, അത് ചില്ലറ കളിയല്ല. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേഷ്യൻസ് ചെയ്യുമ്പോൾ സ്ലിപ്പ് ആകെ ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല, ചിലപ്പോൾ റിപ്പൊക്കെ പോട്ടാം, ആ റിപ്പ് പോട്ടി ആരും മേടിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ ഇതിൽ പക്ഷെ നിങ്ങൾ പൊസിഷൻ കറക്റ്റ് ആക്കിയാൽ അവിടെ ശകലെങ്കിലും പൊസിഷൻ പിടിക്കാൻ പറ്റും. ഒറിജിനൽ ശരീരത്തിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. മനുഷ്യ ശരീരമാണ്, പട്ടിക്ക് വരെ വിലയുണ്ട്, പിന്നെയാണ് മനുഷ്യനില്ലാത്തത്, അത് മറക്കരുത്. എനിവേ, അപ്പോൾ ചോക്കിങ് കൂടെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഓക്കെ, കുറേ ഉണ്ട് സ്റ്റോക്കിങ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ വിമൽ ശരിക്കും കുറേ പ്രാവശ്യം ചത്ത മനുഷ്യനാണ്, ഇനി ചാവാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പിടിക്കുകയാണ്, കണ്ണൊക്കെ തള്ളി ഒരു അനക്കവുമില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം ആ 5 മിനിറ്റ് കൊണ്ട് മരിക്കാൻ പോകുന്നു. സിമ്പിളാണ്. ഈ കാണിക്കുന്നതിൻ്റെയാണ് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്ന് പറയുന്നത്. അത് ആഫ്രിക്കക്കാരനായാലും ഇന്ത്യ ആയാലും ഏത് രാജ്യത്തുള്ളവരും പേട്ടയായാലും തിരുവനന്തപുരം ആയാലും അവൻ ഈ അവസ്ഥ വന്നാൽ അവനിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പം ചാടി വീണോളണം. ഓക്കെ, എവിടെ ചാടി വീഴും? നേരെ അവൻ്റെ പുറകോട്ട് പോകാൻ പിടിച്ചോണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ 2 കാലിൻ്റെ നടുക്ക് നമ്മുടെ കാല് വെക്കണം, ഇഷ്ടമുള്ള കാല്. എന്തിനാണ്? അവനൊരു സപ്പോർട്ട് കൊടുക്കാനാണ്. കാര്യം എപ്പോഴും വീഴാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴേ ചുമച്ചോണം ഈ പാവം. അയാൾ ചുമക്കൂല കേട്ടാ, അയാൾ ചുമക്കാൻ പോയിട്ട് ശബ്ദം പോലും വെളി വരില്ലേ, പാവം വല്ല വയ്യാത്തോണ്ടാണ് ചുമക്കുന്നത്. അപ്പൊ പുറകെ ഇരിക്കുന്ന ആള് എന്റെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടണം, ഇങ്ങനെ ചുരുട്ടണം. കണ്ടോ? എന്താ അയാൾ എഴുന്നേറ്റ് നിന്നെ പറ്റൂ, അത്ര യൂണിവേഴ്സൽ ചോക്കുന്ന ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്നോണ്ട് ഇങ്ങോട്ടും പിടിക്കത്തില്ല, തന്നെ തന്നെ വെപ്രാളം അങ്ങനെ. അപ്പൊ അയാൾക്ക് എങ്ങനെയെങ്കിലും അത് രക്ഷിതയാണ്. നമ്മൾ പുറകെ വന്ന് കാലിൽ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഒരു മുഷ്ടി ഇങ്ങനെ ചുരുട്ടണം. ചുരുട്ടിട്ട് നേരെ പുറകെ കൊണ്ടുവരണം. അയാളുടെ പൊക്കിളിനും ഈ ഒരു നമ്മുടെ 2 ചേരുന്ന ഒരു സ്ഥലമുണ്ട്, സൈക്കോട്ട് പ്രോസസ്, ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇത് വച്ചിട്ട് ഈ കൈ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ വയറിൽ ഇടിക്കുകയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ പൊക്കണം. എന്തിനാണ്? അതിൻ്റെ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ അടിക്കും, ഇങ്ങനെ. 2 കാര്യങ്ങളെ നടക്കുള്ളൂ. എന്താണ്? ഒന്നങ്ങനെ ചെയ്യുമ്പോൾ ടിൽ അവൻ ശബ്ദം വരുന്നവരെയാണ് ചെയ്യേണ്ടത്. ശബ്ദം വന്നാൽ അവൻ രക്ഷപ്പെട്ടു, മനസ്സിലാകുന്നില്ല. ഈ ചുമച്ചാൽ അവൻ രക്ഷപ്പെട്ടു, വെളിയിലോട്ട് ഡിസ്ലോഡ്ജായി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? കുഴഞ്ഞു വീഴും. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് പൊസിഷനിൽ കിടത്തിയിട്ട് എന്ത് ചെയ്യണം? റെസ്പോൺസ് ഉണ്ടോ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? 112 വിളിക്കാൻ പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പ്രോട്ടോകോൾ വെച്ചാൽ അടുത്തത്. എല്ലാവർക്കും ഒരേപോലെ വയറാവണം നിർബന്ധമില്ല, എല്ലാവരും വിമലിനെ പോലെ അടിപൊളി വയറാവണം നിർബന്ധമില്ല. ഗർഭിണികളും കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം കുറച്ചുകൂടെ മുകളിലോട്ട് വരിക. ഇങ്ങനെ പൊസിഷൻ പിടിക്കേണ്ട. ഈ എല്ലാം ഇവിടെ ഉണ്ടല്ലോ, അറ്റത്തായി മോൾ നെഞ്ചിലല്ല, കുറച്ച് അത് ട്രക്കിയോസ്റ്റമിയാണ്. അത് ഡിഫറെൻറ്റ് ഇഷ്യൂ ആണ്. അതൊരിക്കലും ലൈഫ് സേവിങ് മെഷറാണ്. പക്ഷെ അത് ICUലൊക്കെ കിടക്കുമ്പോഴും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതാണ്. ബേസിക് BLS എന്ന് പറയുന്നത് ഇല്ല. ഈ പറഞ്ഞ CPR ഇത് മാത്രം ബേസിക്. ഇതിൽ ഈ ഹെൽപ്പ് കംസ് ഫ്രം സംവൺ. അതായത് ഒരു ലേമാൻ ഉള്ളത്, ലേമാനും ഫസ്റ്റ് ഇടുന്നത്. അപ്പോൾ വേറെ അല്ലേ? അത് വേണ്ട, ഇപ്പം അതില്ല. അത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ചെറിയ ഇൻഫൻസ് ഉണ്ട്. ഇൻഫൻസ് ആണെങ്കിൽ നമ്മൾ പണ്ടത്തെ ഗൈഡ് ലൈൻസിലാണ് നമ്മൾ പുറകെ ഇങ്ങനെ തട്ടുന്നത്. അതിപ്പം മാറിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ഈ കൊച്ചുകുട്ടികളില്ലേ, 1 വയസ്സിന് താഴെയുള്ള അവർക്കാണ് ഈ ഇത് അടിച്ചു കൊടുക്കുക. പിന്നെ തിരിച്ച് ഇങ്ങനെ ചെയ്താണ് ഇരുന്നിട്ട് ഈ കൊച്ചിനെ ഇങ്ങനെ കിടത്തി, ഇത് കണ്ണ് കുത്തി പൊട്ടിക്കരുത്, അവന് ഇങ്ങനെ ശ്വാസം മുട്ടിക്കരുത്, ഇങ്ങനെ പിടിക്കുക, ഇരിക്കണം. നിൽക്കുന്നത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ കൈ നമ്മുടെ കാലിലിങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് തല എപ്പോഴും ഹാർട്ടിന് താഴെ ആയിരിക്കണം. ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ
1 2 3 4 5 നേരെ തിരിച്ച് കൊണ്ടുവരണം. ഈ 2 വിരൽ കൊണ്ട് 1 2 3 4 5 തിരിച്ചിങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ ടിൽ കൊച്ചു കരയുന്നു. ഇപ്പൊ കൊച്ചുങ്ങൾക്കാണെങ്കിൽ എന്ത് പറ്റും? ഒരിക്കലും കൊച്ചു പറയില്ല, ഇങ്ങനെ കഴുത്തിന് പിടിക്കൊന്നുമില്ല, കരയൂല, കണ്ണ് തള്ളും, കൂടെ സൈനോസിസ് വരും. സൈനോസ് എന്ന് വെച്ചാൽ നീല കളർ വരും. നീല കളർ എന്ന് വെച്ചാൽ സായിപ്പന്മാർക്കേ ഉള്ളൂ. നമുക്കെന്താണ്? കറുത്ത കളർ വരും. അയ്യോ നീലയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കരുത്. കളർ ചേഞ്ച് ഇവിടെ വന്നാൽ അതിൻ്റെ അർത്ഥം സൈനോസിസ് ആണ്. കുറച്ച് അനങ്ങുന്നില്ല. അപ്പം ഇത് ചെയ്തോളാം. അതിൻ്റെ അർത്ഥം ഈ ചെറിയ 1 വയസ്സിന് താഴെയുള്ളവരാണ് ഈ മുത്തൊക്കെ എടുത്ത് വിഴുങ്ങ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇവർക്ക് കൂടുതലും വരാനുള്ള സാധ്യത കൂടുതലും ഇതാണ്. പക്ഷേ അഡൾട്ടിന് പണ്ട് നമ്മൾ ഈ അടിക്കുമായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് ബാക്ക് സ്ലാപ്പ് അഡൾട്ടിന് വേണ്ട, അബ്ഡോമിനൽ ത്രസ്റ്റ് മാത്രം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ഈ IMAയുടെ എല്ലാ മാസവും മീറ്റിങ്ങും മറ്റുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനകത്ത് ഈ സർപ്പയുടെ ഒരു അവയർനെസ് എല്ലാ ഹോസ്പിറ്റലുകളിലും എത്തിക്കാനുള്ള ഒരു പരിപാടി ചെയ്യാം. ഫോറസ്റ്റുകാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പൈപ്പ് ലൈൻ ആ ഡോക്ടർ വിജേഷം ശരി, അത് നമുക്ക് ചെയ്യാം. അത് വിജേഷ് ഞങ്ങളുടെ IMA പ്രസിഡന്റ് ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇംപ്രൂവ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ താങ്ക് യു. എന്നെ കൊണ്ട് അറിയാന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, ഐ റിയലി സല്യൂട്ട് നമ്മുടെ സർപ്പ വോളണ്ടിയേഴ്സ് അല്ലേ, റിയലി സല്യൂട്ട്. കാര്യം നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ തന്നെ നടക്കട്ടെ. കാര്യം നമുക്കൊരു മാതൃകയാണെന്ന് തോന്നുന്നു. ഒഡീഷ ഞാൻ മനസ്സിലാക്കി, പേപ്പറിൽ കൂടെ വായിച്ചതാണ് എൻ്റെ വിശ്വാസം. ഒഡീഷ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഈ സർപ്പ ആപ്പെല്ലാം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. അത് നിങ്ങളുടെ നല്ല പ്രവർത്തനം കൊണ്ടാണ്. ഒരു ആപ്പിൻ്റെക്കാട്ടി നിങ്ങളുടെ പ്രവർത്തന രീതിയും നിങ്ങളുടെ ഇതും കൊണ്ടാണ് അത് വിജയിക്കാൻ തയ്യാറായത്. പിന്നെ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ഒരു സാങ്കേതികമായ ശാസ്ത്രീയമായ ഒരു നിലപാടും കൊണ്ടാണ്. എപ്പോഴും ആലോചിക്കുക, ശാസ്ത്രീയപരമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, എത്തിക്കലായിരിക്കണം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാത്തതൊന്നുമില്ല. IMA എന്നും അതിന് പുറകെയാണ്. ഞങ്ങൾ ഇതുപോലെ ഇഷ്ടംപോലെ ക്ലാസ്, ഇപ്പോൾ സ്നേക്കിൻ്റെതായിട്ട് നമ്മൾ ഇത് VLS നമ്മൾ 2 മണിക്കൂർ കൊണ്ട് എല്ലാവരും ചെയ്യിപ്പിച്ചിട്ട് വരുന്നൊരു ക്ലാസ്സൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മൾ 5 പൈസ വാങ്ങിക്കാറില്ല. അത് നമ്മളൊരു സാമൂഹ്യ ബാധ്യതയായിട്ടാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കംപ്ലീറ്റ് ആ ഒരു തീരദേശത്തായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ ഈ ക്ലാസ്സിനൊക്കെ താല്പര്യം സമീപിക്കുക. നിങ്ങളെ പോലെ സാമൂഹ്യമായ ബാധ്യതയുള്ളവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. ഞങ്ങളുടെ ടീം വരും. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ രണ്ടും ഒരു പക്ഷത്താണ്. എന്ത് പക്ഷമാണ്? ജനപക്ഷമാണ്. രണ്ടാമത് വേറൊരു പക്ഷമുണ്ട്, ശാസ്ത്രപക്ഷത്തിൻ്റെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് നല്ലത് വരത്തുള്ളൂ. എല്ലാ ഭാവുകങ്ങളും IMAയുടെ പേരിൽ തരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാ നന്ദിയും IMAയുടെ പേരിൽ നൽകുന്നു. നന്ദി, നമസ്കാരം. വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഇപ്പൊ IMAയോട് സാർ പോകുന്നതിന് മുന്നേ ചെറിയ റിക്വസ്റ്റ് ആണ്. നമ്മൾ ഈ ആന്റിവെനം എന്ന് പറയുന്നത് WHO കാറ്റഗറൈസേഷൻ പ്രകാരം സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് ഒരു നെഗ്ലക്റ്റഡ് നോൺ കമ്മ്യൂണിക്കബിൾ ട്രോപ്പിക്കൽ ഡിസീസ് ആണ്. അപ്പോൾ ആ സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെന്റിന്റെ രംഗത്ത് പല ഗ്യാപ്സ് ഉണ്ടാവും. കാരണം ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി മെഡിക്കൽ എമർജൻസീസ് വരുന്നു, ഒത്തിരി കാഷ്വാലിറ്റീസ് വരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി കാഷ്വാലിറ്റീസ് വളരെ കുറഞ്ഞൊരു മേഖല ആയതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി അത്രത്തോളം കോൺസെൻട്രേഷൻ ഒന്നും കിട്ടിയിട്ടില്ലാത്തൊരു മേഖല കൂടിയാണ്. നേരത്തെ രഞ്ജിത് ജി പറഞ്ഞതുപോലെ ഈ ഹംപ്രോസ് പേപ്പർ പോലുള്ള പല സ്നേക്സിനും നമ്മൾ ആന്റിവനം ഡെവലപ്പ് ചെയ്തിട്ടില്ല. പോളിവാലന്റ് ആന്റിവനം ശരിക്കും ടെക്നിക്കലി എഫക്റ്റീവ് ആകുന്നു. സിംഗോബ്രയ്ക്ക് നമുക്ക് ആന്റിവനം അവൈലബിൾ അല്ല. അതുകൂടാതെ IMA സംബന്ധിച്ച് ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. സാർ പറഞ്ഞോളൂ, സാർ തന്നെ നേരിട്ടെടുത്ത ഒത്തിരി അവയർനെസ് പ്രോഗ്രാംസ് കോസ്റ്റൽ ഏരിയയിലും അതുപോലെ ഫോറസ്റ്റ് ഏരിയയിലും ഒക്കെ ഒത്തിരി അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ അവയർനെസ് ആണ് സ്നേക്ക് ബൈറ്റ് ഒഴിവാക്കാനും സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കാഷ്വാലിറ്റീസ് ഒഴിവാക്കാനും ഏറ്റവും അത്യാവശ്യമായ സംഗതി. അതിൽ തന്നെ ഇപ്പൊ നമുക്ക് പല അധികാര സ്ഥാനങ്ങളിൽ നിന്നും തെറ്റായ പല മെസ്സേജസും വരുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് അഡ്രസ് ചെയ്യുന്നതിന് IMAയുടെ ഒരു സപ്പോർട്ടും കൂടി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില സംഗതികൾ ഉദാഹരണത്തിന് ചൂണ്ടിക്കാണിക്കണമെന്നുണ്ടെങ്കിൽ ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പുകൾ വിഷമുള്ളതാണ് അല്ലെ. പാമ്പ് ഉരുണ്ട തലയുള്ള പാമ്പുകൾ വിഷമില്ലാത്തതാണ്. ഇനി വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 2 പല്ലിന്റെ അടയാളം ഉണ്ടാകും.
കുറെ പല്ലിന്റെ അടയാളം ഉണ്ടെങ്കിൽ അത് വിഷമില്ലാത്ത പാമ്പ് കടിച്ചതാണ്. ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്ററുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. പല ഇപ്പൊ NCERT-യുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള UP ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ, മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കടന്നുകൂടിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് കണ്ടായിരുന്നു. അത് എനിക്കൊന്ന് നാഗ്പൂരിൽ ഹിന്ദിയിൽ തയ്യാറാക്കിയത് പല സ്റ്റേറ്റുകളിലേക്കും അതാത് ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ അതില് ഇതുപോലെ സാർ നേരത്തെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞെന്നാണ്, നമ്മൾ പട്ടി കടിച്ചാലോ പൂച്ച മാന്തിയാലോ കടിച്ചാലോ ഏത് ജീവി കടിച്ചാലോ സോപ്പിട്ടോ സാനിറ്റൈസറോ ഒക്കെ ഉപയോഗിച്ച് 5-10 മിനിറ്റ് നല്ലവണ്ണം തേച്ച് കഴുകുക. സ്നേക്ക് ബൈറ്റിന് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് എൻവനമേഷൻ എന്ത് ചെയ്യുള്ളൂ, കാറ്റലൈസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് സ്പീഡപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അത് പക്ഷെ പലപ്പോഴും ഈ ലഘുലേഖയിൽ അല്ലെങ്കിൽ ബുക്ക്ലെറ്റിൽ എഴുതിയിരിക്കുന്നത് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നല്ലവണ്ണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് തേച്ച് കഴുകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മാതൃഭൂമി ന്യൂസിൽ ഈ വേൾഡ് സ്നേക്ക് ഡേയുടെ അനുബന്ധിച്ച് വന്നേക്കുന്ന അതിനകത്ത് ചെയ്യേണ്ട കാര്യം അതിനകത്ത് എഴുതിയേക്കുന്നത് സോപ്പ് ഉപയോഗിച്ച് മുറിവ് കഴുകുക എന്നുള്ളത്. അത് സർപ്പാട്ടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കടപ്പാട് സർപ്പാട്ടി. പലപ്പോഴും നമ്മളുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ അതിൽ വരുന്നത്. അങ്ങനെ ഒരു കാൽ ഭാഗം കിട്ടും, അര ഭാഗം അവ എഴുതും, മുക്കാൽ ഭാഗം അവന്റെ ഭാവന അറിയായിരിക്കും. അതുപോലെ ഒരു പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് അതിന്റെ പ്രായം നമ്മൾ ആരും പറഞ്ഞില്ലെങ്കിൽ പോലും റിപ്പോർട്ടിൽ എന്തോരും 14.5 വയസ്സും 1 മാസവും എന്നുള്ള ഒരു കണക്ക് അതിൽ വരും. അതാണോ പെണ്ണാണോ എന്നുള്ളത് കൃത്യമായിട്ട് അത് വേറൊരു ഭാഗം. അതൊരു സംഗതി മാത്രമല്ല, വേറൊരു സംഗതിയും കൂടെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, NCC ക്യാമ്പുകൾ നമ്മുടെ കേരളത്തില് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നടത്താറുണ്ട്. ആനുവൽ ക്യാമ്പുകൾ നിർബന്ധപൂർവ്വം ആർമി, നേവി, എയർഫോഴ്സിന്റെ ഒക്കെ ക്യാമ്പുകൾ നടത്താറുണ്ട്. ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്ന ക്യാമ്പ് ഓഫീസർ അല്ലെങ്കിൽ കമാൻഡിംഗ് ഓഫീസർ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളിൽ ഒന്നാണ് അവിടെ സ്നേക്ക് ബൈറ്റ് കിറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. സ്നേക്ക് ബൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പടമാണ്. ഒരു 3500 കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. അവർ അവകാശപ്പെടുന്ന സിറിഞ്ചിന്റെ നീഡിൽ ഒഴിവാക്കി കഴിഞ്ഞാലുള്ള ആ ഒരു പിസ്റ്റൺ ഉണ്ടല്ലോ, അത് ഈ മുറിപ്പാടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് ആ പിസ്റ്റണിലേക്ക് വന്ന് പാടില്ല, നടക്കത്തില്ല. മാത്രമല്ല അതിൽ കൂടാതെ വേറൊരു ഡയറക്ഷൻ എഴുതി വെച്ചിരിക്കുന്നത്, അഥവാ ഇപ്പൊ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഒരു NCC കേഡറ്റിന് സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് ആ ഭാഗം മുറിച്ചിട്ട് രക്തം കളയുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മിനിസ്ട്രിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ്, ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് തെറ്റായ പല ധാരണകളും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ അതൊക്കെ ഒന്നും കൂടി സീരിയസ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാനും അത് അഡ്രസ് ചെയ്യാനും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് തിരുത്താനും ഒക്കെ IMA-യുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും സർക്കാർ വകുപ്പുകൾക്കും ആവശ്യമുണ്ട്. അതിന് സാറിനെ പോലുള്ളവരുടെ സേവനം അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമാണ്. അത് തുറന്നും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ ജില്ലകളിലും ഇതുപോലെ സപ്പ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ഇതുപോലുള്ള നല്ലൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഒരു എന്താണ് ഹൈ അഡ്രിനാലിൻ ലെവലിൽ മാഡത്തിന്റെ കോഡ് കിട്ടിയിട്ട് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുമ്പോഴും ആ ടെൻഷൻ ഒന്നും പുറത്ത് കാണിക്കാതെ വളരെ എന്താണ് സരസമായിട്ടും നർമ്മത്തിൽ കലർത്തിയ ഒരു ക്ലാസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു ക്ലാസ്സിന് ശ്രീജിത്ത് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും ഇങ്ങനെയുള്ള ഇഷ്യൂസ്, അതുപോലെ നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UP സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് സ്നേക്സ് ആൻഡ് സ്നേക്ക് ബൈറ്റ് NCERT-യുടെ ഒക്കെ ക്ലാസ്സിൽ സ്നേക്സിനെ പറ്റിയുള്ള അല്ലെങ്കിൽ വെനമസ് സ്നേക്സിനെ പറ്റി പോയിസണസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പോലെ അത് ടെക്നിക്കലി തെറ്റാണ്. പോയിസണസ് സ്നേക്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, മറ്റു പല രാജ്യങ്ങളിലുണ്ടാവാം. അപ്പൊ അതൊക്കെ ഒന്ന് തീർക്കണമെന്ന് ചെറിയ ഡൗട്ട്. ഡൗട്ട് മീൻസ് യു മസ്റ്റ് ബി നോയിങ് സ്നേക്ക് ബൈറ്റ് യു ടോൾഡ് ദാറ്റ് ഒട്ടും കെട്ടണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ചില ആൾക്കാർ പറയാൻ ലൂസ് ആയിട്ട് ഒന്ന് ഇമ്മൊബിലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ലൂസ് ആയിട്ട് കിട്ടുന്നതിനെക്കാട്ടി ഇമ്മൊബിലൈസേഷൻ ഈ പറയുന്ന അപ്പൊ ടോട്ടൽ ടൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ദാറ്റ്സ് absolutely correct. WHO guidelines if you go through, there is no need of tying at all. You can use immobilization, but you can fracture ഒക്കെ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ലിംഗ് വെച്ച് ചെറുതായിട്ട് അതും കെട്ടാല് അനങ്ങാതിരിക്കാൻ വേണ്ടി കെട്ടത്തില്ല. ഞങ്ങള് മറ്റേ ട്രെയിനിങ് അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമിൽ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. I immobilize, he go to hospital, he talk to the doctor അല്ലെങ്കിൽ tell the doctor എന്ന് പറയും. അപ്പൊ ഈ ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ എവിടെയാണ് കടി കിട്ടുന്നത് എന്നുള്ളതിന് ഇമ്പോർട്ടൻറ്റ് ഇതുണ്ടോ സർ? അത് ഏത് സ്ഥലത്ത് കടിച്ചാൽ കൂടുതൽ ഉണ്ടാവും? ട്രങ്ക് ഫേസ്, പിന്നെ
ഡയറക്ട്ലി ടു ദ വെയിൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ദ സ്പ്രെഡ് വിൽ ബി ഓൺ എ ഹയർ സൈഡ്. അപ്പൊ ശ്രീജിത്ത് സാറിനും ടീമിനും എല്ലാവിധ നന്ദി അറിയിച്ചോളുന്നു. പ്രോഗ്രാം എനിക്കൊന്ന് കണ്ടിന്യൂ ചെയ്യും അല്ലേ? ഇത് സാധനം 2-3 ഇരിപ്പുണ്ട്. എനിക്ക് ഇത്ര ആഗ്രഹമുള്ളൂ. ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. 15 മിനിറ്റും കൂടെ അവർ കാണും. എന്നെ നോക്കി കരയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം 30:2 അടിച്ചിട്ട് പോകണം. എന്റെ ഒരു മണി അടിച്ചിട്ട് പോകുന്ന പറയില്ല. അത് എനിക്ക് വേണ്ടി 30 അടിച്ചിട്ട് പോകണം. മറക്കരുത് കേട്ടോ. ശരി, ഞാൻ ഇറങ്ങട്ടെ.